ഹായ്, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റ് ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പഠിച്ച് നമ്മൾ ഏകദേശം മുന്നോട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും മോഡലിംഗ് പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എല്ലാ ഡെയിലി എപ്പിസോഡും കാണുന്നതനുസരിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആക്സ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പഴയ ഗെയിമിലെല്ലാം കാണുന്ന ഒരു ആക്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, നമ്മൾ സാധാരണ മോഡൽ ഷീറ്റ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളെ ഒരു മനസ്സിലുള്ള എന്തെങ്കിലും ഒരു മോഡൽ, അതായത് മൈൻഡിലുള്ള എന്തെങ്കിലും ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. എല്ലാത്തിനും മോഡൽ ഷീറ്റിന്റെ സഹായം വെച്ച് ആദ്യം പഠിക്കാൻ പോകരുത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സെഗ്മെന്റ് ഫ്ലോ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ആക്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു കൂളായിട്ട് ഒരു ആക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഞാനിവിടെ ഇതിന്റെ റെൻഡർ ഔട്ട് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇതായിട്ടൊന്നുമല്ല ഞാൻ ചെയ്ത്, ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. കണ്ടോ, ഇവിടെ ഒരു കട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അതിൻ്റെ ഒരു പിടിക്കുന്ന ഹാൻഡിൽ ഭാഗമാണ് അതാ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ഞാനിത് സ്മൂത്ത് ചെയ്തതാണ്. സ്മൂത്ത് ചെയ്ത ഭാഗമാണ്. സ്മൂത്ത് ചെയ്ത് തന്നെ ഒന്നും കൂടി നോക്കാം നമുക്ക്. നോക്കിയേ, ഇതൊരു പ്രത്യേക ഡിസൈനില്ലേ. ഇത് നമ്മളെ സാധാരണ നമ്മളെ ചുറ്റിക്കയില്ലേ, നമ്മളെ ചുറ്റിക ഹാമർ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഒരു ഹാമർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുക്കുക, ചുറ്റിക ചെയ്ത പോലെ. അപ്പോൾ അതിനെയാണ് ഞാനിവിടെ ഒരു ആക്സ് ഞാനിവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, അതിന്റെ ആ ഷാർപ്നെസ്സും ആ പഴയ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഞാനിവിടെ കാണിക്കുന്ന മോഡൽ അതുപോലെ നിങ്ങൾ ചെയ്ത് കാണിക്കണം എന്നില്ല. നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവണം കേട്ടോ. ഇങ്ങനെ ഒരു അതിന്റെ പിടിയും കാര്യങ്ങളും അതിനെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മോഡൽ ഷീറ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചെയ്തത് കേട്ടോ. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതെല്ലാം പ്രൊഡക്ഷനിലെല്ലാം ഉപയോഗിക്കുന്നതെല്ലാം വരച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നീറ്റാക്കി വെച്ചിട്ടുള്ളതാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഇത് ഇവിടെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ക്യൂബ് ഇട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിന്റേജ് അയൺ സൂട്ട് കേസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾഡ് വിന്റേജ് അയൺ സൂട്ട് കേസ്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു റെഫറൻസ് വെച്ചിട്ടല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ആക്സും കൂടി ഈ പ്രോപ്സും കൂടി ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി ഇത് ചെയ്ത് നോക്കാം. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും തുടർച്ചയായിട്ട് കാണുക. ഇത് ഇടയിൽ വെച്ച് കാണാതിരിക്കുക. എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് നന്നായി ചെയ്യാൻ പറ്റുന്ന 100% ഞാൻ ഉറപ്പ് തരുന്നു. കാരണം എപ്പിസോഡ് അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാട്സപ്പ് നമ്മുടെ ഒരു ചാനലും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈസി ലേൺ 3D മലയാളത്തിന്റെ. അപ്പൊ അതിലെ കൂടി നമുക്ക് ജോലി 3D സംബന്ധമായിട്ടുള്ള ഡിസൈനിങ് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കും. ഏത് കമ്പനിയിലാണെങ്കിലും അതിലെ കൂടി നിങ്ങൾക്ക് ജോബ് വാക്കൻസി കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ ഈസിയായി. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന യൂട്യൂബിലെ വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ഞാൻ അതിലും കൂടി അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിലും ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും ഞാൻ ഈ വാട്സപ്പ് ചാനലിൽ കൂടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ഏതെങ്കിലും 3D സോഫ്റ്റ്വെയർ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടുള്ള ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വെറും വ്യൂവേഴ്സ് ആവാതെ നോക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പം ഇവിടെ നിന്നുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയി ഞാൻ പറയുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫയലിൽ ന്യൂ സീൻ എടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു പോളി മോഡലിംഗിൽ പോയി ഒരു ക്യൂബ് എടുക്കുക. നമ്മൾ എല്ലാത്തിലും ക്യൂബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ക്യൂബ് ഞാനിവിടെ ക്രിയേറ്റീവിൽ പോയി ഞാൻ ഇവിടെ പോളിഗൺ പ്രിമിറ്റീവ്സിൽ ഞാനിവിടെ ഇന്ററാക്റ്റീവ് ക്രിയേഷൻ ഓഫ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ
കറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 4 അടിക്കുക. നമുക്ക് എല്ലാത്തിലും വയർ ഫ്രെയിം മോഡിലാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് പെർസ്പെക്റ്റീവിൽ മാത്രം ഇങ്ങനെയും ബാക്കി എല്ലാത്തിലും വയർ ഫ്രെയിം മോഡിലും വെക്കാം. നമുക്ക് ഏകദേശം എത്രയാണോ വേണ്ട വലിപ്പം അതിനനുസരിച്ചിട്ട് അത് വെക്കാം. ടോപ്പ് വ്യൂവിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ടോപ്പ് വ്യൂവിൽ പോയി ഞാൻ ഏകദേശം വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യൂബിന്റെ സൈസാണ് ഞാൻ എൻ്റെ ആക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നത്. ആക്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതിൽ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെ കറക്റ്റ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രിഡിന് തന്നെ പ്ലേസ് ചെയ്യും. ഈ ഗ്രിഡിന് തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിയും വിയും പ്രസ് ചെയ്തിട്ട് ഇത് ആദ്യം താഴോട്ടാക്കിയിട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്യണം. എന്തിനാ പറയാം ഗ്രിഡിലേക്ക് സ്നാപ്പ് ചെയ്തതിന് എനിക്ക് ഒരു ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ യൂണിറ്റ് സെറ്റപ്പെല്ലാം ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതിൽ എത്ര സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാനിപ്പം ഈ കൊടുത്തിരിക്കുന്ന ഇവിടെ നോക്കണം കേട്ടോ. ഈ ചാനൽ ബോക്സ് റൈറ്റ് സൈഡ് ആണ് നമ്മളെ സോഫ്റ്റ്വെയറിന്റെ അല്ലെ ലേഔട്ടിന്റെ നമ്മളെ റൈറ്റ് സൈഡാണ് കാണുന്നത്. അപ്പൊ പി ക്യൂബ് എന്നുള്ള എഴുതി കാണിക്കുന്ന ഈ ഒരു സൈഡ്. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എക്സ് വൈ സെറ്റിന്റെ വാല്യൂസ്, റൊട്ടേറ്റ് സെറ്റ്, സ്കെയിൽ സെറ്റിന്റെ വാല്യൂസ്, സ്കെയിൽ 1 ആണ് വാല്യൂ, എല്ലാം കൂടി നമുക്കൊരു വാല്യൂ എല്ലാം വ്യത്യസ്തമായ വാല്യൂസിലേക്ക് മാറിയിട്ട് കാണാം. നമ്മൾ അങ്ങനെ മാറ്റം വരുത്തിയുണ്ടാവും. അപ്പൊ ഇവിടെ എല്ലാം കൂടി ഫ്രീസ് ചെയ്യാം, 0 ആക്കാം. മോഡി പോയി ഫ്രീസ് ചെയ്യാം. അപ്പൊ എല്ലാം 0 ആയിട്ടുണ്ട്. സ്കെയിലിന്റെ വാല്യൂ 1 ആണ്, എല്ലാവർക്കും അറിയാം. 0 ആക്കി ഇത് ഒടിഞ്ഞു പോകും അല്ലെ. സ്കെയിലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇനി 20 ട്രാൻസ്ലേറ്റ് വൈ, ഇത് വൈ എക്സ് ആണ്, ഇത് വൈ ആക്സിസ് ഞാൻ എന്ത് ചെയ്യും, ഒരു 20 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമില്ല കൊടുക്കാട്ടോ, നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. 20 ആണ്, 20 കൊടുത്താൽ മതി. ഞാനിപ്പോ എത്ര കൊടുത്തിട്ടുണ്ട്, 20 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 20 കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 20 കൊടുത്തതിനടുത്ത് ഞാൻ എന്ത് ചെയ്യും, മോഡിഫൈയിൽ വീണ്ടും ഫ്രീസ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഈ ഒബ്ജക്റ്റ് ഞാനെങ്കിൽ പോകരുത്, അതായത് അവിടെ തന്നെ നിൽക്കണം. മനസ്സിലായില്ലേ? എനിക്ക് എവിടെ നിന്ന് പോയാൽ തന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വരണം. അതുപോലെ തന്നെ എനിക്ക് സെൻട്രൽ പിവറ്റ് സെൻട്രലായിരിക്കണം. ഇവിടെ സെൻട്രലല്ല ഉള്ളത്, സെൻട്രൽ പിവറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പഴയ ചാംഫർ ബോക്സിലേക്ക്, നമ്മളെ ചാംഫർ വെർട്ടെക്സിലേക്ക് പോവാം. ഓക്കെ, നമ്മളിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, വെർട്ടെക്സ് എടുത്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, നമ്മൾ ചാംഫർ വെർട്ടെക്സിലേക്ക് പോയി. ഈ ചാംഫർ വെർട്ടെക്സ് ക്യൂബിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു ചുറ്റിക പോലെ തോന്നില്ലേ? ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സാധാരണ ചുറ്റിക മതിയാണ്, ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ചിത്രം, ആ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൂടുതൽ കുറച്ച് വെടുത്ത് കൂട്ടിയിട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് ഹാർഡൻ കൊടുക്കുക. ഇത് കണ്ടോ, ചുറ്റിക പോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ ചുറ്റിക പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 5 എഡ്ജിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഫേസ് നോക്കിയാൽ ഇവിടെ 5 എഡ്ജിൽ കൂടുതൽ നമുക്ക് 4 എഡ്ജിൽ കൂടുതൽ നമുക്ക് എഡ്ജുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അലൗഡ് അല്ല. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടായിക്കൂടാ, നമുക്ക് 5 എഡ്ജിന്റെ മുകളിൽ ഒന്നും എഡ്ജസ് ഉണ്ടായിക്കൂടാ. നമുക്ക് 4 എഡ്ജ് മാത്രമാണ് നമ്മുടെ ഒരു കോഡ്സ് നമ്മൾക്ക് UV മാപ്പിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് മായ 3Dയിൽ റൂൾസ് വന്നത്. അപ്പൊ അതുപോലെ ചെയ്യാം. ഇപ്പൊ ഗെയിം കമ്പനികളിലാണ് ട്രയാങ്കിൾസ് യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട് കേട്ടോ. അപ്പൊ ഇതും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് 3Dയിൽ എന്തൊക്കെ റൂളുകളാണോ ഉപയോഗിക്കുന്നത് ആ റൂൾ അനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾ ട്രയാങ്കിൾ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പം വേറെ ഒരു മോഡലിംഗ് കമ്പനി പോയാൽ നിങ്ങൾ ഫെയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ട്രയാങ്കിൾ ചെയ്യാതെ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു ചോദ്യമുണ്ട്, ഒരു വലിയൊരു ചോദ്യമുണ്ട്. എന്നാ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്മൂത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഞാനിപ്പോ ഇത് സ്മൂത്ത് കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും, കണ്ടോ, ഉടഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. ഇതാണോ നമ്മളെ മോഡലിംഗ്? അല്ല. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അതിനെ സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആക്കണം. അങ്ങനെ ആണെങ്കിൽ ഒന്ന് നോക്കിയേ, ഇത് ട്രയാങ്കിൾ ആണ് അല്ലെ, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് ട്രയാങ്കിൾ അല്ല, ഇത് ഒന്നിൽ കൂടുതൽ എഡ്ജസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്, അതും അലൗഡ് അല്ല. അപ്പൊ ഇത് മൊത്തത്തിൽ അലൗഡ് അല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ട്രയാങ്കിൾസ് കളയണം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോബ്ലം സോൾവിങ്. അതായത് ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതിൽ ഈ ക്ലീനപ്പ് സെക്ഷൻ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ക്ലീനപ്പ് സെക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനാവശ്യമായ സെഗ്മെന്റ്സുകളും നമുക്ക് അനാവശ്യമായ വെർട്ടെക്സുകൾ, വേണ്ടാത്ത കുറെ സാധനങ്ങൾ, വേസ്റ്റുകൾ എല്ലാം ഒഴിവാക്കി നമ്മൾ ക്ലീനപ്പ് ചെയ്തെടുക്കുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. അത് സാധാരണ രീതിയിൽ ക്ലീനപ്പ് ഇപ്പം 2D സെക്ഷനിലാണെങ്കിൽ വരച്ച് അതിന് ശേഷം അതിന് ക്ലീനപ്പ് സെക്ഷനിലേക്ക് പോകും. ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലീനപ്പ് സെക്ഷൻ ചെയ്തുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാധനം എങ്ങനെയാണ് കളയുന്നത് നോക്കിക്കോ.
ഇവിടെയാണ് നമുക്ക് സെഗ്മെന്റ്സ് വേണ്ടത്. അതായത് ഇവിടെ ഈ കാണുന്ന 1, 2, 3 അതായത് ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിൾസിനെ നമ്മൾ ഇവിടെ ഒരു സെഗ്മെന്റ് ഇട്ട് കൊടുത്താൽ എന്താവും, അത് 4 എഡ്ജായിട്ട് മാറും അല്ലേ, 4 എഡ്ജായിട്ട് മാറും. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്തു നോക്കാന്നാണ്, ഒരിക്കലും നിങ്ങൾ ഇതിനെ നിങ്ങൾക്ക് ട്രയാങ്കിൾസ് ഇല്ല ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ 5 എഡ്ജിലെ ഒബ്ജക്റ്റിലോ ഒരിക്കലും ആ ഫേസിൽ നിങ്ങൾക്ക് സെഗ്മെന്റ്സ് ലൂപ്പുകൾ പോവില്ല, എഡ്ജസ് ഒരിക്കലും ലൂപ്പ് ആവില്ല. അത് 100% നിങ്ങൾ ഉറപ്പിക്കണം. ലൂപ്പ് ആവില്ല, ഒരിക്കലും സെഗ്മെന്റ്സ് ലൂപ്പ് ആവില്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഇവിടെ നമ്മൾ ഈ ഫേസിനെ അങ്ങ് സെലക്ട് ചെയ്യും. അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഫേസിനെ അങ്ങ് സെലക്ട് ചെയ്യും. ഫേസിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൾട്ടി കട്ട് ടൂൾ എടുക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൾട്ടി കട്ട് ടൂൾ എടുക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൾട്ടി കട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മളിപ്പോൾ എത്രയോ ക്ലാസ്സുകളിൽ മൾട്ടി കട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ ഒരു കോണെന്ന് ഒരിക്കലും ഇവിടുന്ന് വരക്കരുത്. ഈ മൾട്ടി കട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരക്കുന്നത് കണ്ടോ. നമ്മൾ മൾട്ടി കട്ടിന് കുറെ യൂസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് തന്നെ മുമ്പത്തെ ക്ലാസ്സുകളിലല്ല. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ, അതുകൊണ്ട് ആ എപ്പിസോഡ് എല്ലാം തുടർച്ചയായിട്ട് കാണാൻ പറയുന്നത് കേട്ടോ. ഇതാ നോക്കിയേ, ഈ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഒരു വര വരക്കും. അങ്ങനെ വരക്കുന്നതാണെങ്കിൽ കണ്ടോ, ഇത് കറക്റ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ഒരു ലെവലിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ നോക്കും. കണ്ടോ, കറക്റ്റ് ആയിട്ട് വീണിട്ടുണ്ട്. ഈ ഫേസ് എന്തിനാ അറിയാം നമ്മൾ സെലക്ട് ചെയ്തത്. ഫേസ് പറഞ്ഞാൽ നമുക്ക് ഈ ഫേസിന് മാത്രം മതി. നമ്മൾ ഈ ഫേസ് നമ്മളിപ്പം ഇവിടെ ഫേസ് സെലക്ട് ചെയ്യാതെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും വരും സെഗ്മെന്റ്സ്. മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് മൾട്ടി കട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ വരരുത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു, ഞാൻ നേരെ പോയി അവിടെ വരച്ചു. കുറച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇവിടെ എന്തായാലും വെർട്ടെക്സ് വീഴൂല, കാരണം നമ്മുടെ സെഗ്മെന്റ്സ് എന്തായാലും ഇവിടെ വീഴൂല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഞാനിപ്പോൾ കറക്റ്റായിട്ട് സെന്ററിൽ എടുത്തു തന്നേരും. എന്നിട്ട് ഞാൻ എന്താക്കി, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു. ഒന്ന് നോക്കിയേ, ഇത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് കറക്റ്റായിട്ട് സെന്ററിൽ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് സെന്ററിൽ കൊടുത്തു. ഇപ്പൊ എന്തായി, എല്ലാത്തിലും 4 ഹൈറ്റ് ഉണ്ട് അല്ലെ. ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് 4 ആണ്. 1, 2, 3, 4. ഇത് 4 ആണ്. 1, 2, 3, 4 എല്ലാം 4 ആണ് അല്ലെ. പക്ഷെ ഇവിടെ 4 അല്ല. ഇവിടെ 4ഉം ഇല്ല, ഒന്നുമില്ല. എല്ലാം കൂടി ഒരു വല്ലാത്ത രീതിയിലാണ് നമ്മുടെ സെഗ്മെന്റ്സുകളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാം നമ്മൾ കണക്ട് നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പൊ നോക്കിയേ, വേറൊരു കാര്യമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച സമയത്ത് ഇവിടെ പ്രശ്നം എന്താ പറയാ, ഓക്കെ, ഈ വെർട്ടെക്സുകൾ തമ്മിൽ ജോയിന്റ് അല്ല കണ്ടോ. അപ്പോ ഒന്നിൽ കൂടുതൽ ഫേസ് ഇവിടെ ഉണ്ട്, നമ്മൾ കാണാത്തോണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാമല്ലേ, നമ്മൾ ഒരു ഐഡിയ നമ്മൾ ചെയ്യേണ്ടതാണ്. ഈ വെർട്ടെക്സിനെ മൊത്തം സെലക്ട് ചെയ്യുക. താഴെയുള്ള വെർട്ടെക്സിനെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരു വെർട്ടെക്സിനെ, കുറെ വെർട്ടെക്സ് ഇല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിച്ചോ ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം വരച്ചപ്പോൾ കുറെ വെർട്ടെക്സ് അവിടെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മെർജ് വെർട്ടെക്സ് ടു സെന്റർ, എല്ലാത്തിനും കൂടി സെന്റർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പണി തീർക്കുന്നു നമ്മളെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതെല്ലാം കണക്ട് ചെയ്യാം. അതായത് ഇവിടുന്ന് ഇപ്പൊ ഇത് കണക്ട് ചെയ്ത 4 ആയില്ലേ, ഇവിടുന്ന് ഇവിടത്തേക്ക് 4 ആയില്ലേ. അപ്പൊ അത് 4 ആണ്. ഓക്കെ, നോക്കാം നമുക്ക് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കണക്ട് കമ്പോണന്റ് സെലക്ട് ചെയ്തു, ജി പ്രസ് ചെയ്തു. ഓക്കെ, ജി പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ 3 വന്നില്ലേ, ഇവിടെ 4 ആയില്ലേ. 1, 2, 3, 4 ആയി. എല്ലാം 4. ഇനി ഇവിടെയും ക്ലിയർ ചെയ്യും. എന്ത് ചെയ്യണം, സൈഡ് വ്യൂവിൽ പോയിട്ട് F അടിക്കുക, 4 അടിക്കുക, ഇവിടുന്ന് സെലക്ട് ചെയ്യുക, ജി പ്രസ് ചെയ്യുക. അപ്പൊ അവിടെയും വന്നു. ഈ വെർട്ടെക്സ് നമ്മൾ എവിടെയെല്ലാം കണക്ട് ആയിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഇത് കണക്ട് ആയിട്ട് ഇപ്പൊ എല്ലാം 4 ആയിട്ടുണ്ട്. നമ്മളെല്ലാ എഡ്ജസും 4 ആയിട്ടുണ്ട് കണ്ടോ. ഇത് 4 അല്ലേ, 1, 2, 3, 4 ഇതും 4 ആണ്. ഈ ചുറ്റിക ഷേപ്പിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഫ്ലോ കിട്ടല്. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാറിയോ, ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ടിങ് എഡ്ജസ് നിങ്ങൾ കൊടുക്കണം. ഇവിടെ കൊടുത്തോ നിങ്ങൾ? ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. അതാ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒന്നുകൂടി നമുക്ക് വർക്ക് ചെയ്യാം. കാരണം താഴെ നമ്മൾ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് വർക്ക് ചെയ്ത് ചെയ്യാം. താഴെ മുകളിൽ നിങ്ങൾ വെർട്ടെക്സ് ജോയിൻ ചെയ്യണം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. വെർട്ടെക്സ് കൊടുക്കുക. അതുപോലെ താഴത്തെ ചെയ്തിട്ടില്ല, അതാണ് അബദ്ധം വന്നത്. ഓക്കെ, സെലക്ട് ചെയ്യുക, ജി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ്. ഇവിടുന്ന് പട്ടിയുടെ കുരയെല്ലാം കേൾക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടി ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സൗണ്ടെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുള്ള നോയ്സ് എല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കട്ടോ. ഓക്കെ,
ഓക്കെ, ഞാനപ്പം ഇവിടെ എല്ലാം വെറ്റക്സ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം വെറ്റക്സ് കളഞ്ഞല്ല, ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം കൂടി മെർജ് കൊളാപ്സ്, മെർജ് വെറ്റക്സ് ടു സെന്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയേ, വെറ്റക്സ് നേരത്തെ അതേപോലെ തന്നെ ഒന്നുകൂടി കണക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു, കണക്ട് കമ്പോണന്റ് സെലക്ട് ചെയ്തു, പിന്നെ ജി പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പണിയില്ല, ജി പ്രസ് ചെയ്താൽ. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ഈ വെറ്റക്സ് ഒഴിവാക്കണം കേട്ടോ. ഈ നടുത്തെ ഈ വെറ്റക്സ് ഒഴിവാക്കണം, അല്ലെങ്കിൽ വീണ്ടും കണക്ട് ആവും. അത് ഒഴിവാക്കിയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതും ആക്കിയിട്ടുണ്ട്. ഇനി സൈഡ് വ്യൂവിൽ പോയി നമ്മൾ ഇതും കൂടി കണക്ട് ചെയ്തു. ജി പ്രസ് ചെയ്തു, ഇവിടെ ജി പ്രസ് ചെയ്തു. ഇവിടെ ജി പ്രസ് ചെയ്യുമ്പോൾ നോക്കണം, അവിടെ സെൻട്രലുണ്ട്. അത് സെൻട്രൽ ഒഴിവാക്കാം, ജി പ്രസ് ചെയ്യും. സെലക്ട് ചെയ്തു, കണ്ടോ ഇവിടെ സെൻട്രൽ വരില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒഴിവാക്കാത്തത്. ഓക്കെ, ജി പ്രസ്. അപ്പൊ ഇനിയിപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം. അത് നിർബന്ധമാണ്. ഞാനിങ്ങനെ കുറേ ആക്സ് ചെയ്ത് കുറേ ആക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കുറെ നിങ്ങൾക്ക് തന്ന ക്ലാസ്സുകളെല്ലാം ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഈ മായല് നമ്മൾ ചെയ്യുന്ന സമയത്തില്ലേ, സേവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എൻ്റർ അടിക്കരുത് കേട്ടോ. എൻ്റർ അടിച്ചാൽ ഇതുപോലെ കണ്ടോ, ഇതൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ തുറന്ന് കാണിക്കാൻ പറ്റുന്ന നല്ലത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, യൂട്യൂബ് ഞാൻ ഇപ്പം ഒരു ഫോൾഡർ ഉണ്ടാക്കിയാൽ നിങ്ങൾ എൻ്റർ അടിക്കരുത് കേട്ടോ. പേരടിക്കുക, എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ ന്യൂ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ന്യൂ ക്ലാസ്. ഒരിക്കലും എൻ്റർ അടിക്കരുത്, പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫോൾഡർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ സേവ് ആവില്ല കേട്ടോ. അങ്ങനെ കുറെ അബദ്ധങ്ങൾ കുറെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നു കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ സ്മൂത്ത് ചെയ്ത് നോക്കിയേ ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇതിപ്പം ചുറ്റികര ഷേപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ചുറ്റികര ഷേപ്പിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഷേപ്പിനെ നിലനിർത്തിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ചെയ്യാം. എന്നാല് എങ്ങനെ ചെയ്യാം നോക്കിക്കോ. ഇവിടെ ഞാൻ ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഇവിടെ സപ്പോർട്ടിങ് എഡ്ജ് കൊടുത്തു അല്ലേ. സപ്പോർട്ടിങ് എഡ്ജ് ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയില്ലേ, താഴോട്ട് വരില്ലേ. അപ്പൊ സപ്പോർട്ടിങ് എഡ്ജ് എല്ലാത്തിനും ഞാൻ സപ്പോർട്ടിങ് എഡ്ജ് വരക്കുന്നുണ്ട്. സപ്പോർട്ടിങ് എഡ്ജിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പായിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എപ്പിസോഡ് തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇടയിൽ കൂടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ കണ്ടു പഠിക്കുന്നത് പോലെ തന്നെ ഇത് പഠിക്കണം എന്ന് ആഗ്രഹമില്ല എത്രയോ പേരുണ്ട്. എത്രയോ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇഷ്ടംപോലെ ചാനലുണ്ട്. പക്ഷെ സിലബസ് ആയിട്ട് പഠിപ്പിക്കുന്ന ചാനൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് ഇവിടുന്ന് മുക്കിലും മൂലയിലും എടുത്തിട്ട് പഠിപ്പിക്കുന്ന ചാനലുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ ചാനൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാം. ഓക്കെ, ഞാനിപ്പോൾ എല്ലായിടത്തും ഞാൻ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ സപ്പോർട്ടിങ് എഡ്ജസ് വരേണ്ടത് ഏതാണ്. നമ്മളെ ബോർഡറിലാണ്, സപ്പോർട്ടിങ് ബോർഡറിന്റെ അപ്പുറം ഇപ്പുറമാണ് സപ്പോർട്ടിങ് എഡ്ജസ് വരേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലും മുമ്പത്തെ ക്ലാസ്സുകളിലും എല്ലാ ക്ലാസ്സുകളിലും എപ്പിസോഡുകളിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ വെർട്ടെക്സിന നമ്മളെല്ലാ ഇതിലും പോയി ആദ്യം നമ്മൾ ഇവിടെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യും. എല്ലാ സെഗ്മെന്റ്സിനെയും സ്കെയിൽ ചെയ്യും. ഓക്കെ, എല്ലാ സെഗ്മെന്റ്സിനും സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അധികം അടുപ്പിക്കാതെ ഒരു മിനിമം ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ചെയ്താൽ മതി. എല്ലാ സെഗ്മെന്റ്സിനും സ്കെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ പോവാ, അതായത് ഫ്രണ്ട് വ്യൂവിൽ പോവാ. ഫ്രണ്ട് വ്യൂവിലാണ് എന്നിട്ട് നിങ്ങൾ ഒബ്ജക്റ്റ് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ പോവാ, അവിടെ പോയിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു ഇത് പറഞ്ഞാലേ നിങ്ങൾ ഒരിക്കലും ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ആക്കിയാലേ നമ്മുടെ സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷേപ്പ് വരേണ്ടതാണ്. അത് ഇങ്ങനെ ആക്കരുത് കേട്ടോ. ഇങ്ങനെ ആക്കിയാലുള്ള പ്രശ്നം എന്താ പറയാ, കണ്ടോ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു കട്ട് വരും. കണ്ടോ അങ്ങനെ ഒരു കട്ട് വരും. അങ്ങനെ ഒരു കട്ട് വരണ്ട. നമുക്ക് ഇതിനെ അങ്ങനെ ആക്കണ്ട. നമുക്കിത് ഇങ്ങനെ ഒരു ലെവലിൽ കൊടുത്താൽ മതി. കണ്ടോ സെഗ്മെന്റ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഒരു സെഗ്മെന്റ് ഫ്ലോ ക്ലിയർ ആയിട്ട് ചെയ്യും. അതുപോലെ ഇവിടെ ഇല്ല ഈ സാധനം കണ്ടോ, അതായത് ഇത് ഇവിടെയുള്ളത് അതൊന്ന് ക്ലിയർ ചെയ്തോ. അത് പ്രശ്നമൊന്നുമില്ല, കാരണം അതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. അത് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കിയേ.
കണ്ടോ പെർഫെക്റ്റ് ഒരു ചുറ്റിക പോലെ ആയില്ലേ, ചുറ്റിക പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കുറെ ഭാഗങ്ങൾ ചെയ്യാനുണ്ട്, വൃത്തിയാക്കി എടുക്കാനുണ്ട്. കണ്ടോ ഇവിടെ ഒന്നും അങ്ങനെ ഒരു ഷേപ്പ് വൃത്തിയായിട്ടില്ല. കണ്ടോ അവിടെ ഒരു പരുവരുപ്പുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം. അപ്പൊ ഒരു ചുറ്റിക പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ, നമ്മളൊരു ചുറ്റിക പോലെ ഇതിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ 3 സ്മൂത്ത് ഉപയോഗിക്കരുത് കേട്ടോ. നിങ്ങൾ ഡിവിഷൻ സ്മൂത്ത് തന്നെ ഉപയോഗിക്കണേ. നിങ്ങൾ മെഷ് സ്മൂത്ത് തന്നെ ഉപയോഗിക്കാൻ നോക്കണേ. 3 സ്മൂത്ത് ഉപയോഗിക്കല്ലേ. എല്ലാ കമ്പനികളിലും 3 സ്മൂത്ത് ഉപയോഗിക്കുന്നില്ല. 3 സ്മൂത്ത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിങ്ങൾ പക്ക നീറ്റായിട്ട് സ്മൂത്ത് വെച്ചിട്ട് തന്നെ ചെയ്യും, മെഷ് സ്മൂത്ത് വെച്ചിട്ട് തന്നെ ചെയ്യും. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റൈലിൽ വർക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായിട്ടില്ലേ? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് മാറ്റം വരുത്താനുണ്ട്. ഞാൻ അവിടെ ആ വ്യൂവിൽ മാത്രമേ പോയിട്ട് മാറ്റം വരുത്തിയിട്ടു, അതായത് സൈഡ് വ്യൂവിൽ പോയിട്ടും ഇതിനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനൊന്ന് സേവ് ചെയ്യട്ടെ, ഫയലിൽ പോയി സേവ് ചെയ്യാം, നിങ്ങളും സേവ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നോക്കിയേ. ഇനിയിപ്പോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് മതി. നമ്മളിപ്പോ ഇതിന്റെ മുകളിലും കൂടി വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന്റെ ഹാഫ് മതി, ഹാഫായിട്ട് ചെയ്യാം. നമുക്ക് നോക്കിയേ, ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ മൾട്ടി കട്ട് എടുത്തിട്ട് ഇതാ ഇതിന്റെ സെന്ററിലേക്ക് കൂടിയിട്ട് ഒരു വര വരക്കാം അല്ലെ, സെന്ററിലേക്ക് കൂടിയിട്ട് ഒരു വര വരക്കാം. അതിന്റെ സെന്ററിൽ അവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എഡ്ജസ് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് സെന്ററിലേക്ക് വരച്ചു വെച്ചാൽ മതി. ഓക്കെ, കറക്റ്റ് വരച്ചു വെച്ചാൽ മതി. ഇനി എന്ത് ചെയ്യുക, ഈ സെന്ററിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഫേസ് വേണ്ട കേട്ടോ. ഈ ഫേസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ, അത് വേണ്ട മതി. അത് നമ്മൾ ഒഴിവാക്കിയേ, കാരണം നമുക്ക് മുകളിൽ മാത്രം വർക്ക് ചെയ്യാം. അപ്പൊ താഴേക്കും നമുക്ക് ചെയ്യാലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ പഠിച്ചിട്ടുണ്ട്, മിറർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്കത് പഠിക്കണ്ട, നമ്മളത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റിൽ പോയിട്ട്, ക്രിയേറ്റിൽ നമ്മൾ ഇവിടെ പോയിട്ട് കേഴ്സ് സർഫസ് പോയിട്ട് ഒരു സർക്കിൾ അങ്ങ് ഇടാം. നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എങ്ങനെയാ ഹോൾസ് ഉണ്ടാക്കേണ്ടത് ബൂളിയൻ ഇല്ലാതെ. ആ മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അതായത് ഇതിന്റെ ഇടയിൽ ഈ ചുറ്റികയുടെ ഉള്ളിലേക്ക് കൂടിയിട്ട് ഒരു വുഡ് വരുന്നുണ്ട്, ഒരു മരത്തിന്റെ കഷ്ണം അവിടെ വെക്കുന്നുണ്ട്, പിടിയാക്കി വെക്കാൻ അല്ലെ. അപ്പൊ അത് നമുക്ക് വേണ്ടേ, അപ്പം നമ്മളത് ചെയ്യാനാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ആ വെറ്റക്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. വെറ്റക്സിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ വരച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലേ ഇതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഈ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്യണം, എല്ലാം ഒന്ന് നീറ്റാക്കി നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ, പണി കിട്ടും. കണ്ടോ ഇവിടെ ചെറിയൊരു വളവും ചെരികളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ഇതിന് വെറ്റക്സിനെ സെലക്ട് ചെയ്തു. ഞാൻ ഇതിനെ ചാംഫർ വെറ്റക്സ് ചെയ്തു. ചാംഫർ വെറ്റക്സ് ചെയ്ത് വിടുത്ത് നിങ്ങൾക്ക് എത്രയാണെന്ന് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇത്രയാണെന്ന് ഏകദേശം ഒരു ഇതിന് കണക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇതെല്ലാം മെല്ലെ 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 ഞാനിവിടെ ഇങ്ങനെ ഇതിന്റെ സർക്കിൾ ആക്കാം. ഓക്കെ, ഏകദേശം ഞാനിങ്ങനെ ഇത് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, എനിക്ക് അതിന്റെ ഇത് വേണ്ട അല്ലെ, ഞാനതവിടെ അത് ഒഴിവാക്കരുത്. എന്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിപ്പം അതിനെ നടുവിൽ പിടിച്ച് ചാംഫർ വെറ്റക്സ് കൊടുത്ത സമയത്ത് എനിക്ക് എന്ത് പ്രശ്നം വന്നു, ഞാനതിവിടെ ഒരു എഡ്ജസും കൂടി എനിക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. നേരത്തെ എല്ലാം 4 എഡ്ജ് ആയിരുന്നു, ചാംഫർ ചെയ്ത സമയത്ത് ഒരു എഡ്ജും കൂടി കൂടുതൽ വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എഡ്ജസിനെ നമ്മൾ 4 എഡ്ജ് ആക്കി മാറ്റണം അല്ലെ. നോക്കിയേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാ 1 2 3 4 5. നേരത്തെ ഇത് ഇവിടെ ആയിരുന്നു, ഇത് ഇവിടെ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചാംഫർ വന്നപ്പോ ഇവിടെ എക്സ്ട്രാ എഡ്ജസ് ഇവിടെ ഇങ്ങനെ കയറി വന്നു, മനസ്സിലായില്ലേ, എക്സ്ട്രാ ഇങ്ങനെ വലിഞ്ഞു വന്നു. അപ്പോൾ അവിടത്തേക്ക് പോയി. അപ്പൊ അത് ക്ലിയർ ചെയ്യണം കേട്ടോ. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച അതേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കോ, അത് നേരത്തെ നമ്മൾ ഉപയോഗിച്ച മൾട്ടിക്കട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നോക്കിയാൽ മൾട്ടിക്കട്ട് എടുക്കുക. ഇതാ ഈ വെറ്റക്സ് എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, പെർസ്പെക്റ്റീവിൽ ഇതാ ഈ വെറ്റക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോയിട്ട് എവിടെ പോകും, ഈ വെറ്റക്സിലേക്ക് കൊടുക്കും. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ എൻ്റർ അടിക്കുക, ഇവിടുന്ന് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഈസി അല്ലേ? ഇതാ ഇവിടെ പോവാ, എൻ്റർ അടിക്കുക. സോറി, അതവിടെ അല്ല, സോറി, ഇതിവിടെ എൻ്റർ അടിക്കുക, ഇതിവിടെ കൊടുക്കുക. ഓപ്പോസിറ്റ് ഇട്ടോ, മാറിപ്പോണ്ട് ഓപ്പോസിറ്റ്. ഇപ്പൊ ഏകദേശം എല്ലാം 4 4 ആയിട്ടുണ്ട്. നോക്കിയേ, 4 4 ആയിട്ടില്ലേ, എല്ലാം 4 ആണ്. 1 2 3 4 എല്ലാം 4 ആണ്. ഇതിന്റെ ഉള്ളിലത്തെ നമുക്ക് വേണ്ട കേട്ടോ, ഇത് കൂട്ടരുത്, ഇത് ഒഴിവാക്കും. നമ്മൾ ഡിലീറ്റ്, നമ്മൾ എന്ത് ചെയ്യും, W പ്രസ് ചെയ്യും,
ഫേസ് എടുക്കും. എന്തിനാന്ന് അറിയോ, നമ്മൾ ഈ ഫേസ് അവിടെ തന്നെ നിലനിർത്തിയിട്ട് നമ്മൾ വരച്ചത്. അല്ലെങ്കിൽ നമുക്ക് മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് പോയിന്റ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഫേസ് ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോയിന്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ എളുപ്പ വഴികളിൽ നോക്കണം കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് നല്ല ഒരു നമ്മുടെ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വെറ്റക്സും നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വെറ്റക്സ് വെറുതെ ഇട്ടതല്ല, നമുക്ക് അവിടെ 5 എഡ്ജ് വന്നുകൊണ്ടാണ് നമ്മൾ ഈ സെഗ്മെന്റ്സ് എല്ലാം ആഡ് ചെയ്ത്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് നോക്കണം. ഇയാൾ എന്താന്ന് ഇങ്ങനെ അനാവശ്യമായിട്ട് വെറ്റക്സ് ഇട്ടെന്ന് വിചാരിക്കരുത്. അത് അവിടത്തേക്ക് ആവശ്യം വരുന്നുണ്ടായിട്ടുള്ള സെഗ്മെന്റ്സുകളാണ്, ലൂപ്പല്ല ഈ സാധനം. ഓക്കെ, അപ്പൊ അതും കൂടി മനസ്സിലാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മയുണ്ടാവണം, ഇതെന്നാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഇത് നമ്മളെ അനിമേഷൻ ആയാലും എന്തുമായാലും ഇതെല്ലാം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു സാധനം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കുറച്ച് നിങ്ങൾ മെനക്കെടാ കേട്ടോ. ഇത് മെനക്കെടാതെ നിങ്ങൾക്ക് എന്തായാലും ആവും തോന്നില്ല. കുറച്ച് കൂടുതൽ മെനക്കെടാ, പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക. അത് എന്തിനായാലും പ്രാക്ടീസ് വേണമെന്നുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ അനുസരിക്കുക കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ എല്ലാം സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾ വർക്ക് പറയുന്ന സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് അങ്ങേർക്ക് കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. കാരണം അങ്ങേര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നിങ്ങളും അതുപോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്തു. ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഓപ്പോസിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും അറിയാലോ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പിവറ്റ് പോയിന്റ് ആണ്. ഇത് ഒന്നും കൂടി ഒന്ന് മുകളിലോട്ടാക്കി താഴോട്ടേക്കില്ല. കാരണം അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വൈ ആക്സിസ് ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, മെഷിൽ പോവും, മിററിൽ പോവും, മിറർ ഓപ്ഷനിൽ പോവും. നമ്മളിവിടെ വൈ ആക്സിസ് എടുക്കും. വൈ ഇത് പ്ലസ് ആണ് അല്ലെ, മുകളിലോട്ട് പ്ലസ് ആണ്. ആദ്യത്തെ ഇതിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രിഡ് എങ്ങനെയാണ് മുകളിലോട്ട്, പിവറ്റ് പോയിന്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്നൊക്കെ. ഓക്കെ, ആക്സിസ്. അപ്പോൾ ഇത് പിവറ്റ് പോയിന്റ് മുകളിലോട്ടാണ് വേണ്ടത്. ഇത് നമുക്ക് കണ്ട് താഴോട്ടാണ്. അപ്പോൾ മൈനസ്, ഇവിടെ മൈനസ് കൊടുക്കുക. ഇവിടെ വയ്യ കൊടുക്കേണ്ടത്. ഇവിടെ മെർജ് ബോർഡർ എന്നുള്ളത് കമ്പൈൻ വിത്ത് ഒറിജിനൽ ടിക്ക് ഉണ്ടാവണം. ബോർഡർ എന്നുള്ളത് മെർജ് ബോർഡർ വെറ്റക്സ്. ഒരിക്കലും എഡ്ജുമായിട്ട് വർക്ക് ചെയ്തത് കേട്ടോ. ഈ എഡ്ജുമായിട്ട്, എഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിച്ച ഒരു കാന്തം പോലെ ഇരിക്കും, എല്ലാം കൂടി ഒരുമിച്ച് പറ്റും. വെറ്റക്സ് എന്ന് പറഞ്ഞാൽ വെറ്റക്സും തമ്മിലേ പറ്റും, വെൽഡാവും, മെർജാവും. ഓക്കെ, അപ്പൊ അതങ്ങനെ ഓർക്കണം കേട്ടോ. മിറർ ചെയ്യുക. മിറർ ചെയ്തതിന് ശേഷം ഈ ഓപ്സെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. എങ്ങോട്ടാ വേണ്ടത് കണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പിവറ്റ് പോയിന്റ് കിട്ടി. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നത് കണ്ടോ, കാന്തം പോലെ. അപ്പൊ നമുക്ക് എവിടെയാ വേണ്ടത് പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് വെക്കാം. നമുക്ക് എവിടെ ഇങ്ങനെയല്ലല്ലോ വന്നില്ലെങ്കിൽ, അപ്പൊ ഇവിടെയാണ് നമ്മൾ സെന്റർ കൊടുത്തിട്ടില്ല, ഇവിടെയാണ് സെന്റർ കൊടുത്തിട്ടില്ല. അപ്പൊ സെന്റർ ലൈന് കറക്റ്റായിട്ട് ഓപ്സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്ര വരെ നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. ഇതിന് സ്മൂത്ത് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് ചെയ്യണം, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് നിർബന്ധമായും സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക, സ്മൂത്ത് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം പ്രശ്നമുണ്ട് കണ്ടോ. ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം നമുക്ക്. അപ്പൊ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി നമ്മൾ എടുക്കും. നമ്മളിവിടെ എന്ത് ചെയ്യും, ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഒരു വര അങ്ങോട്ട്, അതുപോലെ അങ്ങോട്ട്, രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒന്നിങ്ങനെ എടുക്കുക, ഒന്നിങ്ങനെ എടുക്കുക. അത് ആദ്യം ചെയ്താലും മതി കേട്ടോ. കാരണം നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ്സുകൾ തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നത് കണ്ടോ, അത് ഇതൊരു പ്രയാസമായിട്ട് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്യുക. അത് ആദ്യം ചെയ്താൽ കുറച്ചും കൂടി നല്ലതാട്ടോ. കാരണം ഒന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ എല്ലാം കൂടി ഒരു ഒന്നും മനസ്സിലാവില്ല, നമുക്കൊരു ഭ്രാന്തായി പോകും. മനസ്സിലായി. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യുക. അപ്പൊ ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സാധനങ്ങളുള്ള ഇവിടെ ഇങ്ങനെ ഫേസ് എല്ലാം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒന്നായി പോകും. അതൊരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ വളരെ പ്രയാസം വരും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാനിത് കുറച്ചും കൂടി ഒന്ന് ചുരുക്കുന്നുണ്ട് കേട്ടോ, ഇത്ര വേണ്ട. ഓക്കെ, അപ്പൊ താഴെ മുകളിലുള്ള ഞാൻ വെർട്ടെക്സ് എല്ലാം ലെവൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ ചെയ്തിരിക്കുന്ന മുകളിൽ ചെയ്തിരിക്കുന്ന സെഗ്മെന്റ്സുകൾ തമ്മിൽ നല്ല പ്രയാസമുണ്ട് കാണാൻ. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുന്നുട്ടോ. നമ്മൾ നീറ്റ് ആയിരിക്കണം നമ്മളെ വർക്ക്. നമ്മളെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടണം, മനസ്സിലായില്ലേ. അപ്പോൾ അടിപൊളി എന്ന് പറയണം. അത് സെഗ്മെന്റ്സും വെർട്ടെക്സിന്റെ എല്ലാം ഫ്ലോ കണ്ട ഇങ്ങനെ കൊതിയാവണം, മനസ്സിലായില്ലേ. ആ മോഡലിംഗ് ആർട്ടിസ്റ്റിന് കൊതിയാവും, സോറി നമ്മുടെ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് കൊതിയാവും. അയ്യോ എന്തൊരു ഡീറ്റെയിൽഡ് ആണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മളെ വർക്കുകൾ ആരെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ ഇടവരുത്താതെ വർക്ക് ചെയ്ത് ക്വാളിറ്റി ആക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ താഴെയിൽ ഇത് ക്ലിയർ ചെയ്യാനാവുന്നു. ഒന്നുകൂടി ബിയും പ്രസ് ചെയ്തു. ഞാൻ നേരത്തെ അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ആയി അവസരം, ഇത് ഒന്നും കൂടി ചെയ്ത് നോക്കുന്നു. മിറർ ചെയ്തു. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആക്സസ് കറക്റ്റായിട്ട് പിടിക്കുക. ഇവിടെ സെന്റർ. ഓക്കെ, അപ്പൊ ഇപ്പൊ താഴെയും മുകളിലെല്ലാം തുല്യമായി. കാരണം ഇനിയിപ്പോ പ്രശ്നം വരുന്നില്ല. കണ്ടോ, ആ വെർട്ടെക്സ് എല്ലാം നമുക്കൊരു കൺഫ്യൂസ് ആണ്, നമുക്കൊരു ടെൻഷനാണ്. ഈ സാധനം അവിടെ കിടക്കുന്നു, ഈ സാധനം അവിടെ കിടക്കുന്നു. ആ ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളെല്ലാം തോന്നുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും വെർട്ടെക്സ് പിടിച്ച് വലിക്കരുത്. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ ഫേസിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഫേസിനെ അങ്ങ് കളയാം. മനസ്സിലായില്ലേ? അതായത് ഈ മുകളിലെ ഫേസിനെ മാത്രം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഫേസിനെ സെലക്ട് ചെയ്യുക. ഈ ഫേസ് ഒന്നും ഉണ്ടാവരുത്, ഈ ഫേസ് ഒന്നും ഉണ്ടാവരുത്. കണ്ടോ, ഈ ഒരു ഫേസിനെ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, സ്കെയിൽ ചെയ്യുക. ഒന്ന് സ്കെയിൽ ചെയ്താൽ മതി. കണ്ടോ, അപ്പൊ നല്ല കട്ട പോലെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിന് എങ്ങനെയാണ് സീക്വൻസുകൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു. ഇനി ഈ ഭാഗത്താണ് നമുക്ക് ആക്സിന്റെ ഇത് വരുന്നത് അല്ലെ. ആക്സിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്നാണ് വരുന്നത്. ഇവിടുന്നാണ് ആക്സ് അതിന്റെ ഒരു ഇതും അതിൻ്റെ ഉള്ളിലോട്ട് കയറി വന്ന് ഇതിന്റെ ബാക്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി. ഇത് മാത്രമാണ് ഇങ്ങനെ ചെയ്യുക, ഇത്രയൊന്നും ഡിസൈൻ വേണമെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ഇത്രയും ഡിസൈൻ ഞാൻ ചെയ്യുന്നത് എന്തിനു പറഞ്ഞാൽ നിങ്ങൾക്ക് മോഡലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മോഡലിംഗ് എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ഭാഗം ചെയ്യേണ്ട. അപ്പൊ ഇനി അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കത് നോക്കാം, ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് വരണമെങ്കിൽ നമുക്ക് സെഗ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബിവൽ എഡ്ജസ് കൊടുക്കാം. ബിവൽ എഡ്ജസ് കൊടുക്കുമ്പോൾ നോക്കണം, ഈ ഒരു എഡ്ജസ് മാത്രം പോരാ, നമുക്കൊരു ഷേപ്പ് ഇതുപോലെ അല്ലെങ്കിലും ഒരു ചെറിയൊരു ഷേപ്പ് വേണം. അല്ലെങ്കിൽ അത് നമുക്ക് ആക്സിന്റെ സെഗ്മെന്റ്സ് നമുക്ക് തികയില്ല. അപ്പൊ നമ്മളത് 3 കൊടുത്തു, ഇവിടെ 2 ഇട്ടു. സെഗ്മെന്റ്സ് ഫ്രാക്ഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അധികം അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇത് അതിൽ പോയി കയറി പിടിക്കരുത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ജോയിന്റ് ആവരുത് കേട്ടോ. കുറച്ച് മാത്രം കൺട്രോൾ പ്രസ് ചെയ്താണ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ല സ്നാപ്പായി പോകണം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ പോയി ഞാൻ സൈഡ് വ്യൂവിൽ പോയിട്ട് ഇതിന്റെ സെഗ്മെന്റ്സുകൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് 2 രീതി ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പം വെർട്ടെക്സ് പിടിച്ചിട്ട് വലിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിരുന്നല്ലേ, മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർക്കുലേസ് കമ്പോണന്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സർക്കുലേസ് കമ്പോണന്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അതിന്റെ റേഡിയസ് ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ സെഗ്മെന്റ്സിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറിയ ഒരു സെഗ്മെന്റ്സിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരും എന്തായാലും. കാരണം അല്ലെങ്കിൽ നമുക്ക് അത് വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല. ഞാനിപ്പം ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തു. കണ്ടോ, സെലക്ട് ചെയ്തു, സ്കെയിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സാധനം മാത്രം അങ്ങനെ പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂല, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഏരിയ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ എടുക്കണം എന്നില്ല, നിങ്ങൾ ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യുക. ഈ മാത്രം സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താൽ മതി. കണ്ടോ, ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ സെന്ററാ വരുന്നത്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. അപ്പൊ സെന്റർ വരുമ്പോൾ സമയത്ത് ഏത് ഭാഗം നോക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡ് കിട്ടിയില്ല. അപ്പൊ ഈ 2 ഭാഗം കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഇതും സെലക്ട് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് സെഗ്മെന്റ്സുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് UV ചെയ്യേണ്ടതാണ്, നമ്മൾ ടെക്സ്റ്റർ ചെയ്യേണ്ടതാണ്, നമുക്ക് ചെയ്യാനുണ്ട് അത്ര. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോ അതിൽ നിന്ന് നമുക്ക് നമ്മളെ ആക്സ് വരണം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ മാറ്റം വരുത്താനാവില്ല, അതുകൊണ്ട് അവിടെ കൊടുത്തു. നമുക്ക് വേണ്ടത് ആക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ഇവിടുന്ന് കൊടുത്തു, ഞാൻ 1 കൊടുത്തു, 2 കൊടുത്തു. ഇവിടെ നോക്കണം കേട്ടോ, ഞാൻ ചെയ്യുന്നത് 1, 2 കൊടുത്തു, 3 കൊടുത്തു. 3 കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് നോക്കുകയാണ്. ഒരു ക്യാമറ പോലെ തോന്നും, സ്കെയിൽ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം തന്നെ ഡിസൈൻ ആവണമെന്നില്ല. കണ്ടോ, ഇതിപ്പോ വളരെ ഷാർപ്പ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഏകദേശം രീതിയിലാണ് ഞാനിപ്പോ ഇതിനെ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 0 വാല്യൂല് സ്കെയിൽ ചെയ്തിട്ട് അതിനൊരു ഷേപ്പ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ഒത്തിരി പണിയുണ്ട്. ഇതിൽ ചെയ്ത് തീർത്തിട്ടൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണമോ, ഇതിന്റെ ഈ ഷാർപ്പ് വരുന്നില്ലേ, അതായത് ഈ ആക്സിന്റെ ഒരു ഷാർപ്പ് വരുന്ന ഭാഗമില്ലേ, അത് നമ്മൾ വേറെ തന്നെ
കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ അതിനെ വേറെ തന്നെ നമ്മൾ മാറ്റി വെക്കണം. അതായത് എഡ്ജസ് നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത്, ആ എഡ്ജസ് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കണ്ടോ, ഇതിപ്പോ എങ്ങനെയാണ് ഈ സാറ് വലിക്കുന്നത്, ഇത് എങ്ങനെയാ മാറ്റം വരുത്തുന്ന അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ആദ്യം ഈ വെറ്റക്സിനെ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് പൊന്തിച്ചു നോക്കുക. അതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പൊന്തിച്ചു നോക്കാം. ഇങ്ങനെ പൊന്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് കുറച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെയാണെന്നുള്ളത് പോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാറോ, ഇതിന്റെ ഇത് എടുത്തിട്ട്, അതായത് ഇപ്പം ഇതിങ്ങനെ വന്നില്ലേ, ഇവിടെ ഇങ്ങനെ വന്നില്ലേ, ഇതിന്റെ അപ്പുറവും വെറ്റക്സിനാ സെലക്ട് ചെയ്യുക. ഇത് ഷാർപ്പ് ചെയ്യുന്ന ഭാഗം അല്ലേ, ഷാർപ്പ് ചെയ്യുന്ന ഭാഗം വരുമ്പോൾ ഇങ്ങനെയുണ്ടോ, കണ്ടോ, ഇങ്ങനെ വെക്കാം. ഈസി അല്ലേ, കണ്ടോ, ഇതിങ്ങനെ വെക്കാം. അപ്പോ ഇത് ഇങ്ങനെയാണുള്ളത്. ഈ ഒരു ഷേപ്പ് ഞാനിപ്പോ ഇങ്ങനെയാ ചെയ്തിട്ടുള്ളത്, കണ്ടോ. അതായത് ഷാർപ്പ് ചെയ്യുന്ന ഭാഗം സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കുക, ഷാർപ്പ് ചെയ്യുന്ന ഭാഗം ഇങ്ങനെയുള്ളത്, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു തിക്നെസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഏകദേശം തിക്നെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു തിക്നെസ് നോക്കിയാൽ ഇവിടെ വരുമ്പം അതിന് ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെറ്റക്സിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കേണ്ടി വരും. മനസ്സിലായില്ല, അവിടെ അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവിടെ ഒരു തിക്നെസിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ സെഗ്മെന്റ്സ് എല്ലാം കുറച്ചും ഇങ്ങോട്ട് വലിക്കുന്ന വേണ്ടി വരും. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അത് നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. പക്ഷെ ഇതിപ്പോ ഭാവനയിൽ ചെയ്യുന്നത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡൽ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ ഷീറ്റ് ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെഗ്മെന്റ്സ് നിങ്ങൾക്ക് മോഡൽ ഷീറ്റ് നോക്കിയിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഏകദേശം എങ്ങനെ സെഗ്മെന്റ്സ് കൊണ്ടുവരേണ്ടത് പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു കാര്യം ചെയ്യുന്നത് നോക്കിക്കോ, നമ്മൾ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും സെഗ്മെന്റ്സ് ആഡ് ചെയ്താലും ലൂപ്പ് ആഡ് ചെയ്താലും ഇതിലേക്ക് കയറി പോകരുത്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കയറി പോയി. അതിനൊരു ഉദാഹരണം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇത് ആക്സും ഇത് സെപ്പറേറ്റും ആണ്. അതായത് നമ്മൾ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്സ്, അത് ഒരു പ്രോപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പാർട്സ് ആയിട്ടുണ്ടോ അത്രയും പാർട്സ് ആയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. മനസ്സിലായില്ല, അങ്ങനെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ സെഗ്മെന്റ്സ് എപ്പോഴും ലൂപ്പായി കയറി വരും. കാരണം ഇതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് സെഗ്മെന്റ്സ് ഇട്ടിട്ടുണ്ട്. വെറുതെ അനാവശ്യമായിട്ട് ഇതിൽ ഒഴുകി വരുന്ന ഒരു സെഗ്മെന്റ്സ് ഇവിടെ കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അപ്പൊ നമ്മൾ ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഇത് എക്സ്ട്രാക്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഏത് എക്സ്ട്രാക്ട് ചെയ്യുക? ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. അതായത് എവിടുന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിന് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഫേസ്, മോഡിഫൈ പോവുക, സെന്റർ പോയിട്ട് മോഡിഫൈ പോയിട്ട് സെന്റർ പോയിട്ട്. അപ്പൊ മോഡിഫൈ പോയിട്ട് സെന്റർ പോയിട്ട് കൊടുക്കുമ്പോൾ ഇത് വേറെ അത് വേറെ ഉണ്ടോ, രണ്ട് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചതാവും. അപ്പൊ ഇനിയിപ്പോ ഇത് മാത്രം മതി, ഇത് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ തന്നെ വെച്ചിട്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ മാത്രം. ഇനി എന്ത് ചെയ്യണം അറിയോ, നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഇനിയിപ്പോ ആക്സ് എന്ന് വരുമ്പോ ഇതുപോലെ അല്ല, ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സെഗ്മെന്റ് സെഗ്മെന്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എഡ്ജസിനെയാണ് കേട്ടോ. ആ എഡ്ജസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എഡ്ജസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഇവിടുത്തെ എഡ്ജസ് ഒരിക്കലും ഇപ്പം ചെയ്യരുത്. അത് ഇവിടുത്തെ എഡ്ജസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള ജോയിൻ ചെയ്യേണ്ട എഡ്ജസുമായിട്ട് ഇത് കൂടുതലായിട്ട് വന്നില്ലേ. അതായത് ഈ എഡ്ജസ് ഇതിലേക്കുള്ള എഡ്ജസുമായിട്ട് ഇവിടെ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 എണ്ണം വരേണ്ട അവസ്ഥ വരും. കാരണം ഇതും ജോയിൻ ചെയ്യണ്ടേ. ഈ ഹോള് കണ്ടില്ലേ ഇല്ലേ, കണ്ട ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ വെറ്റക്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതും കൂടുതൽ അത് കുറവാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് നോക്കണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായില്ലേ, ചില സന്ദർഭങ്ങളിൽ അത് വേണ്ട. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി ലൂപ്പുകളെല്ലാം ഒഴിവാക്കി ഈസി ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. ലോ പോളി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇനി എന്ത് ചെയ്യണം അറിയാം, അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇൻസേർട്ട് എഡ്ജ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ സെഗ്മെന്റ് ആഡ് ചെയ്യാം. കണ്ടോ, ഞാനിപ്പോ ഒരു 3 സെഗ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ സെഗ്മെന്റ്സിനെ ഇതാ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലാതെ നടക്കൂലേ. എല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ല, ഞാനിത് സേവ് ചെയ്തില്ല. അപ്പൊ ഇതൊന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ സേവ് ചെയ്യണം കേട്ടോ. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളെ ഒരു ബോറനാണെന്ന് ചിന്തിക്കരുത്. കാരണം ഇത് ചില ആൾക്കാർ എപ്പിസോഡ് എല്ലാം കാണണമെന്നൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് മാറ്റി അടിച്ചു നോക്കുന്നവരുണ്ട്. എല്ലാം മടിയന്മാരാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ ഭയങ്കര മടിയുള്ളവരാണ്.
കാരണം നമ്മളൊരു ഡിസൈനർ ആവാൻ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ നമ്മൾ അത്ര കഷ്ടപ്പെടില്ല. നമ്മൾ എന്ത് കാര്യത്തിലായാലും എന്തിനും നമ്മൾ അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറല്ല. ചില ഭാഗങ്ങളെയോ ഇത് എനക്ക് അറിയാലോ, ഇത് ഞാൻ എന്തിനാണ് പഠിക്കുന്നത് വലിയ ചിന്ത ഏറ്റവും കൂടുതൽ നമുക്കുള്ളതാ. അപ്പം അത് വേണ്ട, നമ്മൾ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങളെ എങ്ങനെയാണോ വേണ്ടതെന്നുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ ഏകദേശം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു തിക്നെസ് ഇത് ഇങ്ങനെയാണ്. ഇതൊരു ബോറായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അത്ര വലിയ ഒരു കാണാനൊരു രസമില്ല. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട്, കാരണം ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഞാൻ സ്കെയിൽ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ അവിടുന്ന് പിടിച്ച് വലിക്കുന്നില്ല, കാരണം അത് അങ്ങോട്ടേക്ക് നമുക്ക് അഡ്ജസ്റ്റ് വരേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വെർട്ടെക്സിനെ ഞാൻ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് സെഗ്മെന്റ്സ് വേണം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഇവിടെയും സെഗ്മെന്റ്സ് എനിക്ക് വേണ്ടി വരും. അപ്പൊ ഞാനത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതിനെല്ലാം കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഒരു ഷാർപ്പ്. നിങ്ങൾ 3D നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറ്റുള്ളവർ ചെയ്ത 3D വർക്കിനെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കണം കേട്ടോ മാക്സിമം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർ ചെയ്ത ഒരു വർക്കിനെടുത്ത് ചെയ്യുമ്പോൾ അതൊരാൾ ചെയ്തതാണല്ലോ. അപ്പം അത് ചെയ്യുന്നു നമ്മൾ നിങ്ങളെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള 3D വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ നോക്കും. നിങ്ങൾ തന്നെ വരച്ചുണ്ടാക്കി, നിങ്ങൾ തന്നെ ഒരു ഡിസൈൻ ചെയ്ത്, നിങ്ങൾ തന്നെ അതിന് വലിയൊരു വിലയാണ്. കാരണം ഇത് നിങ്ങളെ സ്വന്തം ഡിസൈനാണ്. അപ്പോൾ അതിനൊരു അത്രയും ഒരു വിലയുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എനിക്ക് സെഗ്മെന്റ്സിന്റെ ആവശ്യമുണ്ട് കേട്ടോ. എനിക്ക് സെഗ്മെന്റ്സിന് ഭയങ്കര ദാരിദ്ര്യം, അതായത് ഇവിടെ എല്ലാം എനിക്ക് വേണം. അപ്പം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് ബിവൽ എഡ്ജസ് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെയും ഇൻസെർട്ട് എഡ്ജ് ഇട്ട് വരക്കേണ്ട ആവശ്യമില്ല. ബിവൽ എഡ്ജസ് കൊടുത്തിട്ട് ഞാൻ എഡ്ജസ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് അത് പോരാ. എനിക്ക് സെഗ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഞാൻ സെഗ്മെന്റ്സിനാ ഞാൻ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ വെഹിക്കിളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, വണ്ടി എല്ലാം കൂടുതലായിട്ട് മോഡൽ ചെയ്യുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളത് പറഞ്ഞാൽ, നിങ്ങൾ അത് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ഏതെങ്കിലും ഒരു ഗെയിം കമ്പനികളിൽ കൊടുക്കുക, മനസ്സിലായില്ലേ? കുറച്ചും കൂടി, അല്ലെങ്കിൽ കാർ ഡിസൈൻ കമ്പനികളിലെല്ലാം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കാർട്ടൂൺ രീതിയിൽ വരുന്നതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആനിമേഷൻ കമ്പനികളിലേക്ക് നല്ലൊരു ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്നാമത് പറയാനുള്ളത്, നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സാർമാർ തരുന്ന വർക്കുകൾ അതുപോലെ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ അതിനൊരു ഇത് കാണിക്കണം, താല്പര്യം കാണിക്കണം. ഓക്കെ, ഏതെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷാർപ്പിങ്ങിനെ ചെയ്തിട്ടുള്ളത്. ഇതൊരു മീൻ്റെ പോലെ ആയിപ്പോയല്ലോ. നമുക്ക് ഇത്ര അഡ്ജസ്റ്റ് വേണ്ടെന്ന് തോന്നുന്നത്. കുറച്ചടുത്തേക്ക് വന്നാലെന്താ നോക്കട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഈ എഡ്ജസിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് വേണം, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി പോകരുത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ ലെവൽ ചെയ്യുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഇതിന് ബിവൽ എഡ്ജസ് കൊടുക്കുക. ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രാക്ഷൻ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെഗ്മെന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ എഡ്ജസിനെ സെലക്ട് ചെയ്യുക. ഈ രണ്ട് എഡ്ജസിനെ സെലക്ട് ചെയ്യേണ്ട, ഒരു എഡ്ജസിനെ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈഡ് എഡ്ജ് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, സ്ലൈഡ് എഡ്ജ് ഇങ്ങനെ അങ്ങ് കൊണ്ടോ.
സ്ലൈഡ് എഡ്ജ് കൊടുക്കുക. സ്ലൈഡ് എഡ്ജ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് നമ്മൾ. സ്ലൈഡ് എഡ്ജ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, സ്ലൈഡ് എഡ്ജ് എടുക്കുക, മൗസിന്റെ വീൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും. നമ്മൾ മൂറ്റോട് എടുത്തിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ. കാരണം ചെയ്യുമ്പോൾ പ്രശ്നം എന്താ പറയുക, പെട്ടെന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെഗ്മെന്റ്സുകൾ എല്ലാം മൂവ് ചെയ്ത് എന്തോലോ ഒരു മിസ്റ്റേക്കിലാവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്, നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളൊരു ചിലന്തി വല കെട്ടി വെച്ച പോലെ ആയി. ഇത് എങ്ങനെ അറിയാം ഈ സെഗ്മെന്റ് ഫ്ലോ വരുന്നത്? അതായത് നിങ്ങളൊരു പൈപ്പ്, നിങ്ങളൊരു വീട്ടിലൊരു പൈപ്പിന് നിറയെ റൗണ്ട് ഇതുണ്ട് വിചാരിച്ചു, അതിന് ചുറ്റും അതിന് ആ ഷേപ്പിന് ചുറ്റും റൗണ്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പൈപ്പ് റൗണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചുറ്റി വെക്കുന്ന സമയത്ത് അതിന്റെ ഷേപ്സ് ഇതുപോലെ ഉണ്ടാവും അല്ലെ, അതിന് ചുറ്റും വരച്ചിരിക്കുന്ന റൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ആയിരിക്കണം കേട്ടോ ഇത് ഡിസൈൻ വരുന്നത്. അതാണ് അതിന്റെ സെഗ്മെന്റ് ഫ്ലോ. ഉണ്ടോ? എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നേ. ഇപ്പൊ ഏകദേശം ഇതാ ഇവിടം വരെ എത്തി. ആ ഷാർപ്പ് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദാരിദ്ര്യം പിന്നെയും തോന്നി, കാരണം ഈ സെഗ്മെന്റ്സുകൾ ഇത്രയേ ഉള്ളൂ, ഇതിനും കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്, നമ്മളെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ, കാരണം ഇങ്ങോട്ട് കയറി പോകരുത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ഞാൻ ആ എഡ്ജസിനെ സെലക്ട് ചെയ്തു. എനിക്ക് പോരാ, എനിക്ക് വീണ്ടും ബിവൽ എഡ്ജസ് വേണം. ഞാൻ ഫ്രാക്ഷൻ ചെയ്യാൻ എനിക്ക് അധികം ആവും തോന്നില്ല, കുറച്ച് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവിടെയും ട്രയാങ്കിൾ വരും. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ ഞാനിപ്പോൾ ഒഴിവാക്കാൻ പോകുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സപ്പോർട്ടിങ് സെഗ്മെന്റ്സ്, നടുവ് സെഗ്മെന്റ്സ് ഇവിടെയാണ് ഉള്ളത്, അത് ശ്രദ്ധിക്കണേ. പക്ഷെ ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. ഒരു സെഗ്മെന്റും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഈ സെഗ്മെന്റ്സ്, നീളത്തിലെ സെഗ്മെന്റ്സ് നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് വേണം വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വരെ വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട. എന്താക്കി, സ്ലൈഡ് എഡ്ജ് ഇതാ കണ്ടോ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതി. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ മായയാണ് കേട്ടോ. മറ്റുള്ള എല്ലാ സോഫ്റ്റ്വെയറിനും അതിന്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആണ്, മനസ്സിലായില്ലേ? ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് എന്നല്ല, ഒരു പുതിയ ഒരു ഡിസൈനറെ സംബന്ധിച്ചിട്ട് പോലും കൺഫ്യൂസ് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ മായ പഠിക്കണമെങ്കിൽ മായ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 3ds Maxും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പല ഗെയിം കമ്പനികളിലും 3ds Max ആണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ വിചാരിക്കുന്ന പറഞ്ഞാല് അത് ഗെയിമിന് എന്തിനാണ് 3ds Max ഉപയോഗിക്കുന്നത്? 3ds Max ഉപയോഗിച്ചിട്ടാണ് ഒരു പോളിഗൺസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ വേറെ എല്ലാ സോഫ്റ്റ്വെയറിലേക്കും ചാടിക്കേറി ബ്ലെൻഡറെല്ലാം പഠിക്കാം കേട്ടോ, പഠിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ മിക്ക കമ്പനികളിലും ഉപയോഗിക്കുന്നത് ബ്ലെൻഡർ അല്ല. നല്ല ഒരു സാലറി പാക്കേജ് എല്ലാം വരുന്ന ഒരു കമ്പനികളിലാണെങ്കിൽ നിങ്ങൾക്ക് മായ എന്തായാലും ആവശ്യം വരും. പിന്നെ മായ അറിയാതെ വബ്ബ് മേടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ബ്ലെൻഡറിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. ബ്ലെൻഡർ മോശമാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഏകദേശം ഇത്ര വരെ ഷാർപ്നെസ് നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇനി നമ്മളെ പരിപാടി. ഇത്ര വരെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഫയൽ സേവ് ചെയ്തോട്ടെ. ഫയൽ സേവ്. ഇതെന്ത് ചെയ്യണം, നമ്മൾ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കണം. ഹാർഡ് എഡ്ജ് കൊടുത്താലേ നമുക്ക് അതിന്റെ ആ ഒരു ഷാർപ്നെസ്, അതിന്റെ തിക്നെസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇവിടെ സെഗ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസ് എല്ലാം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇവിടെ ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിലെല്ലാവരും ചിലത് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ഒന്നടവിട്ട് മറ്റത് ചെയ്ത പോലെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിനൊരു സെഗ്മെന്റ് ഫ്ലോ ശരിക്കും ഉണ്ട്. ആ സെഗ്മെന്റ് ഫ്ലോ കീപ്പ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാം നിങ്ങൾ. അപ്പൊ ഇങ്ങനെ കിട്ടുമല്ലോ നിങ്ങൾക്ക്. അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ ഇങ്ങനെ സെഗ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഇവിടെ ഒന്നുണ്ട്, ഞാനിപ്പം വരച്ച് കാണിക്കാം. ഓക്കെ, ഇവിടുന്ന് വന്നു, മൾട്ടി കട്ട് എടുത്തു. ഇവിടുന്നും സെലക്ട് ചെയ്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു. എൻ്റർ അടി. ഓക്കെ, അതവിടെ കട്ടെ. ഇവിടുന്ന് കൊടുക്കുക, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇത് ഇതിലേക്ക് കൊടുക്കുക, ഇത് ഇതിലേക്ക് കൊടുക്കുക, ഇത് ഇതിലേക്ക് കൊടുക്കുക, ഇത് ഇതിലേക്ക് കൊടുക്കുക. കണ്ടോ? അപ്പൊ അവിടെ കോട്സായില്ലേ? കാരണം ഇത് അറ്റത്ത് വരുന്ന ഭാഗം, ഈ അറ്റത്തേക്ക് ഇതിലേക്ക് കയറി വരരുത്, മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് വേറെ സെഗ്മെന്റ്സ് വരുന്നതല്ലേ.
അപ്പൊ അത് അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാം. അപ്പം ഇവിടെ അതുപോലെ ചെയ്യാം നമുക്ക്. എന്നിട്ട് സെഗ്മെന്റ്സ് ക്ലിയർ ചെയ്യണേ, ഇവിടെ കൊടുക്കുക, ഇവിടെ വരാം. ഞാൻ ഇപ്പം നേരത്തെ ആദ്യം കാണിച്ച മെത്തേഡ് ഉപയോഗിക്കരുത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതൊരു ഫ്ലോയിൽ വരുന്നൊരു സാധനമാണ്. കോഡ്സ് കറക്റ്റാക്കി വർക്ക് ചെയ്യുക. ചില ആൾക്കാർ വിചാരിക്കും സെഗ്മെന്റ്സുകൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചൊപ്പിച്ച് പോയാൽ പോരെ, 4 ആക്കിയാൽ പോരെ, ഇതിൽ ചിന്തയില്ലാതെ അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും സെഗ്മെന്റ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെഗ്മെന്റ്സ് ഫ്ലോയിൽ പോകണം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അതും ഇപ്പുറം എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, ഫ്ലോ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വിശ്വാസമില്ല, ഒന്നുകൂടി ഞാൻ സേവ് ചെയ്യാനാണ് പോകുന്നത്. കാരണം നമ്മൾ കുറേ സെഗ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് എറർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സമയം നമ്മൾ സെഗ്മെന്റ്സ് സേവ് ചെയ്ത് പോവുക. സോഫ്റ്റ് ഹാർഡ് അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത പരിപാടി. അത് ഇത്ര വരെ ആയി നമ്മളത്. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നോക്കിയാൽ ഈ ഷാർപ്നെസ് നമ്മൾ ഇത് സ്മൂത്ത് ചെയ്താൽ വളരെ ബോറായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണോ വേണ്ടത് നമുക്ക്? അയ്യോ, വളരെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഷാർപ്പ് എഡ്ജസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇല്ലേ ഈ ഷാർപ്പ് എഡ്ജസ് ക്ലിയർ ചെയ്യുക. അതായത് ഈ ഷാർപ്പ് എഡ്ജസ് എവിടെ വരെ പോകുന്നു, ഇവിടെ ഉള്ളത് ഷാർപ്പ് എഡ്ജസ് എവിടെ വരെ പോകുന്നു എന്നുള്ളത് കട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഇവിടെ വരെ, അതായത് എനിക്ക് ഇവിടെ വരെ ആണെങ്കിൽ ഇവിടെ വരെ കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരെ കൊടുക്കും. എന്നിട്ട് അതിൽ ബിവൽ ഷേപ്പ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് ആണെന്ന് നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത്. സെഗ്മെന്റ് 1 കൂടി കൊടുത്താൽ കുറച്ചും കൂടി ഷാർപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത്ര മതി, നല്ല ഷാർപ്നെസ്. അധികം മുട്ടിക്കരുത്. നമ്മുടെ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ വരയ്ക്കരുത്. ഓക്കെ, എത്ര വരെ ചെയ്യും. എന്നിട്ട് ഇതിന്റെ എഡ്ജസ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ സെലക്ട് ചെയ്യുക. എല്ലാം കൂടി നമ്മൾ ഒന്നിലേക്കാണ് കവർ ചെയ്യുന്നത് കേട്ടോ. ഡിലീറ്റ് ചെയ്യുക, ഷിഫ്റ്റ് കീബോർഡ് ഡിലീറ്റ് അല്ല, ഷിഫ്റ്റ് മൗസ് റൈറ്റ് ബട്ടൺ ഡിലീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും പ്രശ്നങ്ങളുണ്ട്, അവിടെയും പ്രശ്നം ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കാം. മൾട്ടിക്കട്ട് എടുക്കുക, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, നോക്കിയേ, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. അത് അങ്ങനെ ശരിയാവുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ എത്രയായി? ഇവിടെ 3 വന്നു, സോറി ഇവിടെ 4 വന്നു, ഇവിടെ 4 വന്നു. ഓക്കെ അല്ലേ? നോക്കണം. ഇവിടെ നോക്ക, ഇവിടെ വെക്ക, സോറി ഇവിടെ വെക്ക, ഇവിടെ വെക്ക, ഇവിടെ വെക്ക, ഇവിടെ വെക്ക, ഇവിടെ വെക്ക. 4 4. ഓക്കെ, അപ്പൊ ഇതും ഞാൻ ലെവലാക്കിയിട്ടുണ്ട്. ലെവലാക്കിയ ഉടനെ തന്നെ ഇവിടെ പോകണം കേട്ടോ. ഇവിടെ പോയി ഇപ്പോഴുള്ള സെഗ്മെന്റ്സുകൾ ആ ഫ്ലോയില് ക്ലിയർ ചെയ്യണം കേട്ടോ. നമ്മൾ അവിടെ ഉള്ളത് ഇവിടെ ഉള്ളതെല്ലാം കറക്റ്റ് ചെയ്യണേ. നമ്മൾ കുത്തി വരച്ചതാണ്. സൈഡ് വ്യൂവിൽ പോയിട്ട് വരക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടും സൈഡും പോയി നോക്കി വരക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ. ഇങ്ങനെ വരക്കാനാണ് എനിക്കിഷ്ടം. നമ്മുടെ മോഡലിംഗ് സെക്ഷനിൽ നിങ്ങൾ ഒരിക്കലും മോഡലിംഗ് നിങ്ങൾ ചെയ്തതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതല്ല പറഞ്ഞ് നിങ്ങൾ വേറെ മോഡലൊന്നും എടുത്തിട്ട് കുറച്ച് മോഡിഫൈ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ വെക്കരുത് കേട്ടോ. സിഗ്നേച്ചർ ഉണ്ട് എല്ലാ ഇതിനും. ഒരാൾ ചെയ്ത് കണ്ടാൽ മനസ്സിലാവും വേറെ വർക്ക് കണ്ടാൽ. അപ്പോൾ അത് നോക്കണം. 1 2 3 4 1 2 3 4 എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. റെൻഡറിങ് അല്ല, സ്മൂത്തിന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് എഡ്ജസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എവിടെയും പൊട്ടിയിട്ടില്ല. ആ ഷാർപ്പ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടി പോയിരിക്കുന്ന ഷാർപ്പ് ഇവിടെയാണ്. ആ ഷാർപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് ഒന്നുകൂടി സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇൻക്രിമെന്റ് സേവ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനൊരു പ്രൊജക്റ്റ് ആയിട്ടുള്ള ഇത് ചെയ്യുന്നത്. ഞാനൊരു കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടായിട്ട് ഞാൻ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാത്തത്. അത് കുറയുമ്പോൾ ഡിലീറ്റ് ചെയ്യും കേട്ടോ ഈ ഫയലെല്ലാം. ഓക്കെ, ഞാൻ വീണ്ടും ബിവൽ എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റ്സ് 1 ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാക്ഷൻ ഞാൻ വളരെ
ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇവിടം വരെ പോയി, ഓക്കെ ഇവിടം വരെ അഡ്ജസ്റ്റ് ചെയ്തു. ഷാർപ്നെസ് നല്ലോണം ഞാൻ ഷാർപ്നെസ് ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ. ഓക്കെ, ടോപ്പ് വ്യൂ പോയി 4 അടിച്ചു. ഈ എഡ്ജസും വേണ്ട, ഈ എഡ്ജസും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇതിന്റെ മുകളിൽ ഭാഗം ചെയ്യണം. ഇതിന്റെ മുകളിൽ ഭാഗം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ സെഗ്മെന്റ്സുകൾ, അതായത് നമ്മൾ ആ 2 ഭാഗങ്ങളില്ലേ, 2 സെഗ്മെന്റ്സ് മുകളിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ, നിങ്ങൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പെർസ്പെക്റ്റീവിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മതി കേട്ടോ. പെർസ്പെക്റ്റീവിൽ പോയി ഡിലീറ്റ് ചെയ്താലും മതി. ഡിലീറ്റ് പറഞ്ഞാൽ കീബോർഡ് ഡിലീറ്റ് അല്ല, വീണ്ടും ഓർമ്മിപ്പിക്കുക, വെർട്ടെക്സ് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ഇവിടെ നോക്കാം നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പ വഴി കിട്ടും. കണ്ടോ, മൾട്ടിക്കട്ട് എടുക്കുക, ഇതാ ഇവിടുന്ന് ഇവിടത്തെ കൊണ്ടുവരിക, ഇവിടം വരെ കൊണ്ടുപോവുക, ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് ഇവിടുത്തെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇത് ഇവിടെ കൊടുക്കുക. കണ്ടോ, 1 2 3 4 4 വരുന്നത് നോക്കിയേ. 1 2 3 4 1 2 3 4 4 വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചെയ്യും. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു മോഡലിങ്ങിന്റെ ഒരു മെത്തേഡ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ വെണ്ടറിലും എല്ലാത്തിലും ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ മായ പഠിക്കുന്ന സമയത്ത് കുറച്ച് മെത്തേഡ് കൊണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ നമ്മൾ ചെയ്തത്. ഇതിവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ 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 അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിന്റെ ഇവിടെ അത് പോയിട്ടില്ല. അപ്പോൾ ഇതിവിടെ വന്നു. അയ്യോ, ഇവിടെ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, അത് ഇവിടെ മെഷ് ഓക്കെ, ഇവിടെ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സിമെട്രി എടുക്കേണ്ടി വരും മിക്കവാറും. ഇത്തരം സന്ദർഭങ്ങളിലാണ് സിമെട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റാണ്, പക്ഷെ ഇവിടെ കറക്റ്റല്ല. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ കൊടുത്തു. ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമെട്രി കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ സിമെട്രി കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശരിയായിട്ടുണ്ട് കേട്ടോ. സിമെട്രി കൊടുക്കണ്ട, കാരണം ഇവിടെ 3 ഇവിടെ കറക്റ്റായി. നമ്മൾ സെഗ്മെന്റ് കൊടുക്കുമ്പോൾ ഒന്നും മാറിപ്പോയി എന്നാണ്. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ, ഞാനിതൊന്നും സേവ് ചെയ്യുന്നുണ്ട്, കൂടെ സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് എറർ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. ചില ആൾക്കാർ സ്റ്റുഡൻസ് എപ്പോഴും ചിന്തിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ഒരു മായയിൽ ഒരു എറർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ന പോലെ ഒരു എറർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് സാറന്മാർക്ക് അറിയില്ല എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ. എല്ലാ സാറന്മാരും പഠിച്ച് വരുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ആർക്കും അറിയില്ല. എനിക്കിപ്പം പുതിയ മായയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് മായയിലെ കൂടി ഓട്ടോഡെസ്ക് പരിചയപ്പെടുത്തി തന്നാൽ മാത്രമേ എനിക്ക് അറിയൂ. മനസ്സിലായില്ലേ? എല്ലാവരും ആർക്കും അത് കഴിവില്ല കേട്ടോ. സ്റ്റുഡൻസ് ആയ പോലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇയാൾക്കൊരു ഇതും അറിയില്ല, അങ്ങനെ ചിന്തിക്കരുത്. മിക്ക അധ്യാപകരെ കുറിച്ചിട്ടും പറയുന്ന സ്റ്റുഡൻസിന്റെ ഒരു ന്യായമാണ്. സ്റ്റുഡൻസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഞാൻ ഒരു അധ്യാപകനായിട്ട് സ്റ്റുഡൻസിനെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങളെ കൂടെ തന്നെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അധ്യാപകർ. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ ഇന്നത് തരാന്ന് പറഞ്ഞ് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും പഠിപ്പിക്കാത്ത നമ്മളെ പല അവസ്ഥകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്തരം അവസ്ഥകൾ ഉണ്ടായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് നോക്കി മനസ്സിലാക്കി ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതിൽ ചെറിയ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. സർ ഇങ്ങനെ അല്ലേ അങ്ങനെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കാനും നോക്കും കേട്ടോ. അധ്യാപകർക്ക് വലിപ്പ ചെറുപ്പമില്ല കേട്ടോ. നിങ്ങളത് കൺഫ്യൂസ് പറഞ്ഞ് ഉണ്ടാക്കരുത്. അധ്യാപകരോടും ഞാൻ പറയാം, സ്റ്റുഡൻസ് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉത്തരങ്ങൾ കണ്ടെത്തി അത് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവരോടൊത്ത് മാക്സിമം അല്ലെങ്കിൽ നിങ്ങളെ മുകളിലെ മെന്റർമാരോടോ ആരോടെങ്കിലോ ചോദിച്ച് അത് മനസ്സിലാക്കി സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു
ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഞാൻ പറയുന്ന പറഞ്ഞാൽ എല്ലാ അധ്യാപകരെ കുറിച്ചിട്ടോ എല്ലാ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടുള്ള മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവരുന്ന ഒരു ഇത് പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട് ചെയ്യൂല. അതായത് വലിയ സ്ഥാപനങ്ങളിലെ കാര്യം പറഞ്ഞാൽ വലിയ സ്ഥാപനം ചെറിയ സ്ഥാപനം എന്നൊന്നുമില്ല, എല്ലാ സ്ഥാപനങ്ങളും വിദ്യ കൊടുക്കുന്നത് അറിവ് തന്നെയാണ്. അപ്പോൾ അത്തരം ഞാൻ ഇവിടെ ഇതിന് എടുത്തു പറയാനുള്ള കാരണം വേറൊന്നുമില്ല കേട്ടോ, വളരെ കൃത്യമായി ഞാൻ ഈ യൂട്യൂബ് ചാനലിനോട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അധ്യാപകരെ നിങ്ങൾ വില കുറച്ച് കാണുന്ന ഒരു സമ്പ്രദായം കാണാതിരിക്കുക. വിദ്യാർത്ഥികളെ വില കുറച്ചിട്ട് കാണുന്ന സമ്പ്രദായം ഒരിക്കലും അധ്യാപകരുടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ ഉണ്ടായാലും അധ്യാപകരാണെങ്കിൽ അധ്യാപകരോട് പറയാം, അത്തരം ആദർശങ്ങളും വെച്ച് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാൻ പോവാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എത്രയോ കാലങ്ങളും പ്രാക്ടീസും ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നോക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് സ്മൂത്തിന് പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. കണ്ടോ, സ്മൂത്തിന് പ്രോബ്ലം ഇല്ല. കണ്ടോ, കറക്റ്റായിട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എവിടെയും പൊട്ടിയിട്ടില്ല. കണ്ടോ, ആ ട്രയാങ്കിൾസിന്റെ ഭാഗം നോക്കണ്ട, കാരണം ആ ഷാർപ്പ് എഡ്ജസ് അവിടെ തന്നെ നിൽക്കുന്നതാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഷാർപ്പ് എഡ്ജസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സേവ് ചെയ്ത് വെക്കുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. ഇനി ഈ ഒരു എഡ്ജസ് കണ്ടോ, നിങ്ങൾ ഇത്രയെല്ലാം ചെയ്തു, ഇത് നോക്കി, ഇത് ഒരു കൺഫ്യൂസിലുള്ള ഒരു സാധനമാണ്. കാരണം എത്ര ചെയ്തു കഴിഞ്ഞാലും അതിന് പണി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഇവിടെ ഇല്ല, എഡ്ജസ് ഇല്ല. അപ്പൊ ആ എഡ്ജസ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഒന്നും നോക്കാനില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ബിവൽ എഡ്ജസ് കൊടുക്കുക. ഞാൻ ബിവല് വേണ്ടിടത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. വേണ്ടാത്തടത്തൊന്നും ബിവൽ ഇട്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ബിവല് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ എഡ്ജസ് വന്നിട്ടുണ്ട്. ഇവിടെ 5 എഡ്ജസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ, അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒന്നെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് എഡ്ജ്, സോഫ്റ്റ്വെയർ ആഡ് എഡ്ജ് കൊടുക്കണേ. സേവ് ചെയ്തിട്ടുണ്ട്, ഫയൽ സേവ്, ഇൻസേർട്ട് എഡ്ജ് ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു. എന്ത് ചെയ്തു, മൾട്ടി കട്ട് എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു. അപ്പൊ 4 ആണോ നോക്കണം കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ 4 അല്ല, ഇവിടെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് 4 ആണ്, 1 2 3 4. പക്ഷെ ഇത് 1 2 3, ഇവിടെ തന്നെ 3 എണ്ണായി. അപ്പൊ ഇവിടെ 4 5 ആയി. അപ്പൊ ഒന്നും കൂടി വേണ്ടി വരും കേട്ടോ. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അതുപോലെ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പൊ 4 എഡ്ജ് ഇത് നോക്കിയേ, ഇവിടെ വന്നു. ഇത് ഏതാന്ന് നമ്മളിപ്പോ ഇവിടെ അല്ലേ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് ബാക്ക് 4 അടിക്കുക. സോ കറക്റ്റ് ആയിട്ട് സെക്കൻഡ് വരും. 5 അടിക്കുക. ഇവിടെ നിന്ന് ഓക്കെ. അപ്പൊ അത് നമ്മൾ കട്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു എഡ്ജസും കൂടി വേണം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യുക, ഒരു എഡ്ജസും കൂടി. അതായത് 5 എഡ്ജിനെ 4 എഡ്ജ് ആക്കാനുള്ള പിന്നെ എഡ്ജസ് എല്ലാം നമുക്ക് വേണം കേട്ടോ, അല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റൂലേ. സാറ് പറഞ്ഞല്ലോ കണ്ടമാന സെഗ്മെന്റ് വേണ്ട. അങ്ങനെയല്ല, കണ്ടമാന സെഗ്മെന്റ് വേണ്ട, പക്ഷെ 5നെ 4 ആക്കാനുള്ള എഡ്ജസ് എന്തായാലും വേണം. ഓക്കെ, അപ്പൊ നമ്മളത് ഫ്രണ്ട് വ്യൂ 4 അടിക്കുക. ഈ എഡ്ജസിന് കണക്കായിട്ട് വെക്കണേ, എന്നിട്ട് വേണം വരക്കെ. നമ്മൾ വർക്ക് ചെയ്യേണ്ട ഞെട്ടണം കേട്ടോ, കേൾക്കുന്നുണ്ടോ? വർക്ക് ചെയ്യേണ്ട ഞെട്ടണം. 1 2 3 4. ഓക്കെ, 4 4 4 4 4 ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ അഡ്ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം നമുക്ക്. സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് നിർബന്ധമായി കൊടുത്തിരിക്കണം. ഫയല് സേവ് ചെയ്യും.
സ്മൂത്ത്. കണ്ടോ ഷാർപ്പ് കണ്ടോ? കണ്ടോ കണ്ടോ ആ ഷാർപ്നെസ് ഇതുപോലെ തന്നെ ഉണ്ടാവും. കണ്ടോ നമ്മൾ നോക്കിയേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എഡ്ജസ് അധികം പോകുന്നുമില്ല. കണ്ടോ എഡ്ജസ് നോക്കി കറക്റ്റായിട്ട് ആ നേരത്തെ ഉണ്ടായ എഡ്ജസിൽ തന്നെ ഉണ്ട്. മറ്റേ എഡ്ജസ് ഒന്നും എവിടെയും നമ്മൾ കൊണ്ടുപോയിട്ടില്ല. നമുക്ക് ചെയ്യണത് പല രീതിയിലും ചെയ്യാട്ടോ. ഞാൻ ഈ ട്രയാങ്കിൾസ് അല്ല, ഇങ്ങനെ ചെയ്തതിന് പകരം നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാട്ടതാ. ഇവിടുന്ന് എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇത് കിട്ടൂല കേട്ടോ, അപ്പൊ പ്രയാസം വരും. കുറച്ചും കൂടി ഇങ്ങനെ വന്ന് അപ്പൊ ഇത് ഇവിടെ ട്രയാങ്കിൾ വരും. ഇതാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, അപ്പൊ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചു പ്രസ് ചെയ്തു, ഇങ്ങനെ വെച്ചു. അപ്പോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ ഇത് വരുന്നത് ചുറ്റി ഇത് വരുന്നത്. അത് കുറച്ച് വലിപ്പം കുറഞ്ഞു എന്ന് എനിക്ക് ഇത് സൈസ് കുറഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്തിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്യും, മാറ്റും. കുറച്ച് മോഡിഫൈ ഫ്രീസ് സെപ്പറേറ്റ്. എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായിട്ടുണ്ടാവണേ. സ്മൂത്ത് ചെയ്തിട്ട് ചെയ്യരുത്. ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഭാഗങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഇനിയിപ്പോൾ ഇത് ഞാൻ തൊടുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ചെയ്യാം. ഈ ചുറ്റിക്കറി ഈ ഒരു ഭാഗം ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. ഇങ്ങനെയുണ്ടോ? ഉണ്ടോ? ആ ഷാർപ്നെസ് അതുപോലെ ഫീൽ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്ര ഇങ്ങനെ വളക്കണ്ട കേട്ടോ. ഞാനത് വളച്ച് വെച്ച് ചെയ്തേ ഇല്ലേ. അത് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങളെന്താ സ്റ്റൈലിന് അനുസരിച്ച് ചെയ്യും. സെഗ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല, ഫ്ലോ നിങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഇതെന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, എഡ്ജസ്. ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, വലിയ പണിയൊന്നുമില്ല. എക്സ്ട്രൂഡ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവരാം. ഇത് കുറച്ചും കൂടി ഈസി എന്ന് പറഞ്ഞാൽ ഇത്ര വരെ ചെയ്തിട്ട് നിങ്ങൾ ബാക്കി വുഡ് കയറ്റി തന്നുണ്ട് കേട്ടോ. ഒരു വുഡ് വെക്കുന്നതല്ല. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്ര മതി. അതവിടെ മനസ്സിലായില്ലേ? എക്സ്ട്രാ വേറെ സിലിണ്ടർ കൊണ്ടുവരാം. കാരണം ഇതിൽ കുറേ സെഗ്മെന്റ്സ് ഇല്ല. അത്രയും സെഗ്മെന്റ്സ് നമുക്ക് അവിടെ വേണമെന്നില്ല വർക്ക് ചെയ്യുന്നിടത്ത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, അത് രണ്ടും ഞാൻ അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മൂത്ത് അവിടെ കിട്ടെ. കണ്ടോ, ഒരു കുഴിഞ്ഞ പോലെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ അവിടെ നിന്ന് കിട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഒരു സിലിണ്ടർ ഇടായിരുന്നു. കാരണം നമുക്ക് ഈസി ആയിട്ട് സിലിണ്ടർ വെക്കാൻ പറ്റും. കണ്ടോ, സിലിണ്ടർ വെച്ചു, റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ കണക്കായിട്ട്. നമുക്ക് ഇത്ര വേണ്ട. നമുക്ക് സിലിണ്ടറിന്റെ സൈസ് നമുക്കൊരു 12 മതി കേട്ടോ. സബ്ഡിവിഷൻ 12 മതി. 12 വേണമെന്നില്ല, 8 കൊടുത്താൽ മതി. പ്രശ്നമൊന്നുമില്ല, 8 കൊടുത്താലും ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സെഗ്മെന്റ്സ് കുറച്ചാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. 8 മതി, 12 തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഈ ക്യാപ് സെഗ്മെന്റ് ഒന്നും വേണ്ട. ഞാൻ ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യാനാവുന്നത്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എവിടുന്നാണോ വരച്ചിട്ടുള്ളത് അവിടുന്ന് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നു. ഇവിടുന്ന് ഈ സാധനം അവിടുന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി ഞാൻ ഇവിടെയും, ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കൂടി കവർ ചെയ്ത് പോകണമെന്ന് അങ്ങനെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം ഇതിന് വെറുതെ ഇതിന്റെ ഉള്ളിൽ വെറുതെ സെഗ്മെന്റ് കിടക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്. അവിടെ ഒഴിവാക്കുന്ന സെഗ്മെന്റ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടുന്ന് കൺട്രോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചുറ്റിക, ഈ മഴു ഇതെല്ലാം താങ്ങണമെങ്കിൽ ഇത് നല്ല മരത്തിന്റെ നല്ല കട്ടി വേണ്ടി വരും മരം. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു ആൾക്കാരങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഐഡിയ എടുക്കുക. ഇതിനെ കുറച്ച് വലിപ്പം കൂട്ടിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. താഴെ അതുപോലെ സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓർഡർ ഷീറ്റ് ഇല്ലാതെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത്ര വേണം. ഇത്ര വലിപ്പം ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രയാസമായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് ഒന്ന് ഉള്ളിലോട്ട് വലിക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് വലിക്കണ്ട. നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, വെറ്റക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്താൽ മതി. കുറച്ചും കൂടി ബെറ്റർ.
കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്ത് പോലെ വെച്ചോ, നല്ലൊരു ഒരു കാണാനൊരു രസമുണ്ടാവും. കാരണം ഉണ്ടാവും സ്മൂത്ത് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഫീൽ ഉണ്ടാവും, ഉടഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വരുന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യാം. അതുപോലെ ഇതും ഞാനൊന്ന് കുറച്ചൊന്ന് വലിപ്പം കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് ഒരു ഏകദേശം ഒരു വലിപ്പം കൊടുക്കുന്നുണ്ട്. കാരണം മരത്തിന്റെ ഒരു ചികളെല്ലാം പോലെ വരക്കണമെങ്കിൽ നമുക്ക് കാണാനൊരിതുണ്ടാവില്ല. കുറച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഞാൻ റേഡിയസ് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇത്ര മതി, കറക്റ്റ്. അപ്പൊ ഞാൻ ഇതിൽ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. എങ്ങനെ വർക്ക് ചെയ്യും? എഡ്ജസ് സെലക്ട് ചെയ്യും, കുറച്ച് താഴോട്ട് വെച്ചു. ഇത് താഴത്താണല്ലേ ഉള്ളത്. ഓക്കെ, ഇത് കുറച്ച് മുകളിലോട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ തിരിച്ചു പിടിച്ചു പോയി പെർസ്പെക്റ്റീവ്. ഓക്കെ, അതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് ടച്ച് അടിക്കുക. ഇതിന്റെ ഒരു കോപ്പി ഉണ്ടോ നോക്കാം. ഇവിടെ ഇല്ലേ, നോക്കട്ടെ. ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതങ്ങ് കളയാം, ഡിലീറ്റ് ചെയ്യുക. ഇത് ഇവിടെ വെക്കട്ടെ. അതുപോലെ ഇതിനെ ഒരു കൺട്രോൾ ഡി അടിക്കുക, ഇതിനെടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാം? ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ ഒരു ഇൻസെർട്ട് എഡ്ജ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇൻസെർട്ട് എഡ്ജ് കൊടുക്കുക. ഇൻസെർട്ട് എഡ്ജ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഫേസിനെ എക്സ്ട്രൂഡ് ചെയ്യും, ഓഫ്സെറ്റ് ചെയ്യും, ഓഫ്സെറ്റ് ചെയ്യുക. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ എഡ്ജസിനെ ഈ ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനൊരു ഫയൽ സേവ് ചെയ്യട്ടെ. ഈ എഡ്ജസിനെ ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഞാൻ ഇതിനിങ്ങനെ കൊണ്ടുവന്നു, നോക്കിക്കോ, കൊണ്ടുവന്നു. അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് ഇങ്ങനെ ചിരിച്ചു വെച്ചു. വീണ്ടും ഞാൻ അതിനെ കൊണ്ടുവന്നു, റൊട്ടേറ്റ് ചെയ്തു. മരത്തിന്റെ പീസ് വരുമ്പോൾ അതിനൊരു ഷേപ്പ് ഇതുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഷേപ്പിന് പല രീതിയിൽ മാറ്റം വരുത്തി. ഉണ്ടോ? അതെവിടെ വരും? നമ്മൾ ഇവിടെ വരെ വരണം കേട്ടോ. നമ്മൾ എത്രയാണ് ഹൈറ്റ് കൊടുത്തത്? ഞാൻ രണ്ടാമത് ഹൈറ്റിന് ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങളതുപോലെ ചെയ്യും. നിങ്ങൾ അതുപോലെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാ പിടിക്കുന്നത് എനിക്കറിയില്ലല്ലോ. നിങ്ങളതുപോലെ മാറ്റം വരുത്തി. ഞാൻ എത്ര വരെ വെക്കുന്നില്ല കേട്ടോ, അധികം വെക്കുന്നില്ല. എനിക്ക് ഇത്ര മതി. അതിനും ഞാൻ ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ റൊട്ടേറ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് താഴോട്ട്. ഓക്കെ, അപ്പൊ ഇത്ര പേര് ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഞാൻ ഇതിൽ ആദ്യം ചെയ്ത വർക്കും ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് എൻ്റെതായിട്ടുള്ള ഒരു ഡിസൈനിൽ ചെയ്തതാണ്. നിങ്ങൾ നിങ്ങളായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരുത്തണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ഒടിച്ച് ഇങ്ങനെ വളച്ച് തിരിച്ചെല്ലാം വെച്ചാൽ മതി. ഇതാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ വളച്ചിട്ടെല്ലാം ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫേസ് കണ്ടോ? ഈ ഫേസിനെല്ലാം ഒന്നിടവിട്ടുള്ള ഫേസിനെല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്സെറ്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ജി പ്രസ് ചെയ്യുക. എന്നിട്ട് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ കയറി വരും. കാരണം നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. കേട്ടോ, ഇത് ആദ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിന്റെ ഒരു പ്രശ്നമുണ്ടാവും.
വീണ്ടും ജി പ്രസ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻസ് കുറച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ. അപ്പൊ ഇതിന്റെ തിക്നെസ് നമ്മൾ നല്ലൊരു മാറ്റം വരുത്തേണ്ട തോന്നുന്നു എനിക്ക്. കാരണം ഈ ഒരു ഫേസിന് അനുസരിച്ചിട്ടുള്ള ഈ ഒരു മഴവിനനുസരിച്ചിട്ടുള്ള അതിന്റെ തിക്നെസ് വരുന്നത്. തിക്നെസ് നിങ്ങൾ നല്ല രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നിർബന്ധമായും. നിങ്ങൾ ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഏകദേശം ഒരു തിക്നെസ് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇതിന് എത്രയാണ് വരുന്നത് പറഞ്ഞാൽ ആ ഒരു കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മാത്രം മതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫേസ് ഇവിടെ മാത്രം മതി. കണ്ടോ. ഓക്കെ, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഞാനൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട് ഷേപ്പ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലും നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിലും നമ്മൾ വരുത്താൻ ശ്രമിക്കണം. ഇവിടെ നോക്കണം കേട്ടോ മാറ്റം വരുത്തുന്നുണ്ടല്ലോ. ഓക്കെ, സ്മൂത്ത് ചെയ്യാം. ഇങ്ങനെയാണ്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. സപ്പോർട്ടിങ് എഡ്ജസ് ചെയ്യാം. ഇത് ഇപ്പൊ ഇത്രയും വലിയ സൈസായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ചുരുക്കിയാണ്, കാരണം നമുക്ക് അതിനെ ഒരു ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇത്ര മതി കേട്ടോ, ഇത്ര മതി. അതൊരു കണക്കായിട്ടുള്ള ഒരു ഇത് മതി, ഷേപ്പ് മതി. ഫയലിൽ സേവ് ചെയ്യട്ടെ. ഇതെല്ലാം കൂടി സെലക്ട് ചെയ്ത് സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ആൻഡ് ഹാർഡ് എഡ്ജ്. ഇനി ഇതിന് സപ്പോർട്ടിങ് എഡ്ജസ് നിർബന്ധമായിട്ടും കൊടുക്കണം നമ്മൾ ചെയ്യുമ്പോൾ. ഇനി സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കുക. എവിടെയെല്ലാം സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കേണ്ടത്, എഡ്ജസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. മൂന്നെണ്ണത്തിനും ക്ലിക്ക് ചെയ്ത് ബിവർ എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റ്സ് ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. അത്ര മതി കേട്ടോ. അതുപോലെ ഇവിടെ കൊടുക്കുക. ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ മാത്രം കൊടുത്താൽ മതി. ബിവർ എഡ്ജസ് ഞാൻ സെഗ്മെന്റ് 1 കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, മതി. നിങ്ങൾ ഇൻസേർട്ട് എഡ്ജ് ഇവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻസേർട്ട് എഡ്ജ് കൊടുത്താൽ നിങ്ങൾ ഇൻസേർട്ട് എഡ്ജ് കൊടുത്ത് വളരെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ഞാൻ ബിവൽ എഡ്ജ് ആണ് കുറച്ചും കൂടി ഞാൻ പറയുന്നത് നിങ്ങളോട്. ഒരു ബിവൽ ഷേപ്പ് കിട്ടണമെന്നേ ഇല്ല നമുക്ക്. അവിടെ എല്ലാം നമ്മളൊരു നീറ്റ്നെസ് ഉണ്ടാവും. എപ്പിസോഡ് കുറച്ച് നീണ്ടു പോകുന്നു തോന്നുന്നു എനിക്ക്. ഓക്കെ, സെഗ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക, സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ എല്ലാം കൊടുത്തു. ഹാർഡൻ എഡ്ജ് കൊടുക്കുക, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിത്രപ്പണി പോലെല്ലാം ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇൻസേർട്ട് എഡ്ജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, സ്കെയിൽ ഇങ്ങനെ. നിങ്ങൾ നിങ്ങളതായിട്ടുള്ളൊരു സ്റ്റൈലിൽ അതിനെ ചെയ്തത്.
കണ്ടോ? നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ സാധനം നമുക്ക് ബെൻഡ് ഉപയോഗിച്ചിട്ടെല്ലാം ചെയ്യാം കേട്ടോ. ബെൻഡ് ഉപയോഗിച്ച് ചെയ്യാം. മാക്സിമം നമുക്ക് സെഗ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബെൻഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിഫോമറിൽ ബെൻഡ് ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇതും കൂടി നോക്കണം ബെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെ ബെൻഡ് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ബെൻഡ് ഉപയോഗിച്ച് ചെയ്യും. ഇതില് ബെൻഡില് ലോ ഇതുണ്ട് ഉണ്ടോ, അവിടെ നിന്ന് മാത്രം കൊടുത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യാണ്, അങ്ങനെയും ചെയ്യാം. കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചാണ്. എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. ഓക്കെ, എത്ര മാറ്റം വന്നു ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ? ഓക്കെ, ഇനി നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. സേവ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു സംഭവം ചെയ്യാം. ഇതിനാ ഫേസ് സെലക്ട് ചെയ്യുക, സർക്കിളൈസ് കമ്പോണന്റ് കൊടുക്കുക. നമ്മൾ ട്വിസ്റ്റ് ക്ലിയർ ചെയ്യും. നമ്മൾ റേഡിയസ് ക്ലിയർ ചെയ്യും. ട്വിസ്റ്റ് ക്ലിയർ ചെയ്യണം കേട്ടോ. നമുക്ക് ട്വിസ്റ്റ് ഒന്നും ശരിയാണ്. ഏകദേശം ട്വിസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ഫേസിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഞാൻ ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റ് ട്വിസ്റ്റ് ചെയ്യും. സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഞാൻ പുറത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ട്. ഇത് എക്സ്ട്രൂഡ് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട്. തിക്നെസ് ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യുന്നു. കേട്ടോ, ഒരു സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ. ഫയൽ സേവ് ചെയ്യട്ടെ. പണീൻ്റെ അത്ര തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ സെഗ്മെന്റ്സ് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ആവില്ല. അതെ, കാരണം നമ്മളത് ഉള്ളിലോട്ട് കയറി വെച്ചിരിക്കുന്ന സെഗ്മെന്റ്സ് ആണ്. അപ്പോൾ അതൊരു പണി നമുക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ കേട്ടോ ചെയ്യണ്ട. കാരണം ഒന്നിക്കാൻ നിങ്ങൾ ഈ സെഗ്മെന്റ്സിനെ കുറച്ച് വലുതാക്കി ചെയ്യാം, അല്ലെങ്കിൽ അത് തൊടാതിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. മനസ്സിലായില്ലേ? മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നിക്കാൻ നിങ്ങൾ ഈ സെഗ്മെന്റ്സിനെ വലുതാക്കി ചെയ്യുക. അതായത് ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് ഉള്ളിൽ സെഗ്മെന്റ് കൊടുത്താൽ മതി. അങ്ങനെ ആയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് അവിടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം ഒന്ന് മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. ഈ ലെങ്ത് കുറച്ച് കൂടിയ വീഡിയോസുകൾ അധികം നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യണമെന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനും പോകുന്നില്ല. എനിക്ക് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാക്കാനും പറ്റൂല ഈ കോഴ്സിൻ്റെ. ഓക്കെ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫേസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സ്ട്രൂഡ് ഫേസ് ഞാൻ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നു. ഞാൻ ജി പ്രസ് ചെയ്തു. തിക്നെസ് ആഡ് ചെയ്തു. പെട്ടെന്ന് ഒരു ചെറിയൊരു ഇത് കൊടുത്തു. ജി പ്രസ് ചെയ്തു. ഇവിടെ ഒരു ജി കൊടുത്തു. സപ്പോർട്ടിങ് അടിച്ചു കൊടുത്തു. മിക്കയിടങ്ങളിലും നിങ്ങൾക്ക് ഞാനിവിടെ ജി പ്രസ് ചെയ്തു. ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. സപ്പോർട്ടിങ് അഡ്ജസ്റ്റ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്തും നിങ്ങൾ സപ്പോർട്ടിങ് എഡ്ജസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു മോഡൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ മോഡൽ ഏകദേശം നന്നായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ താഴെ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഫയൽ സേവ്. ഞാൻ ഇവിടെ ഇൻസെർട്ട് എഡ്ജ് താഴെ മുകളിൽ ഒരുമിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഒന്ന് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു. ലൂപ്പ് കിട്ടി. എക്സ്ട്രൂഡ് ഫേസ് കിട്ടി. ആദ്യം ഞാൻ ഓഫ്സെറ്റ് എടുക്കുന്നുണ്ട്. ഓഫ്സെറ്റ് എന്തിനാ? സപ്പോർട്ടിങ് എഡ്ജസ് ആണ്. വീണ്ടും ഞാൻ ജി പ്രസ് ചെയ്തു. ഞാൻ അതിനെ തിക്നെസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. തിക്നെസ് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ തിക്നെസ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യം സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കണം കേട്ടോ. സപ്പോർട്ടിങ് എഡ്ജസ് ആയി കണ്ടോ. 1 2 3. വീണ്ടും ഞാൻ ജി പ്രസ് ചെയ്തു. തിക്നെസ് കൊടുത്തു. എത്ര തിക്നെസ് കൊണ്ടുവരണം തിക്നെസ് ഞാൻ ആഡ് ചെയ്തു.
വീണ്ടും ഞാൻ തിക്നെസ് ആഡ് ചെയ്തത് സപ്പോർട്ടിങ് എഡ്ജ് ആണ് എൻ്റെ സപ്പോർട്ടിങ് എഡ്ജ് യൂസ് കൊണ്ട് പിന്നെയും ഞാൻ ജി പ്രസ് ചെയ്തു, ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ, ഓഫ്സെറ്റ് ഉള്ളിൽ ഓഫ്സെറ്റ് കണ്ടോ. അങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ചിലയിടത്ത് നമുക്ക് എല്ലാത്തിലും പോയി നമ്മൾ വർക്ക് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, നല്ല ഒരു ഇതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്ര വരെ ആയി. ഇനിയിപ്പോ എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സാധനം. അത് ഞാൻ കുറച്ച് വലുതാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് കുറച്ച് ഉള്ളിലോട്ട് വലിച്ച് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇത് ചെയ്യണം കേട്ടോ. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നു, കുറച്ച് ഇങ്ങനെ ചെറുതാക്കി ഡബിൾ പ്രസ് ചെയ്തു, ഇതിനെ കുറച്ച് വലുതാക്കി, വീണ്ടും ഞാൻ മൂവ് ടൂൾ പ്രസ് ചെയ്തു, പിന്നെ വീണ്ടും ഞാൻ ചെറുതാക്കി, വീണ്ടും ഞാൻ ഇങ്ങനെ ആക്കി, വീണ്ടും ഞാൻ ചെറുതാക്കി. ഇവിടെ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇത്ര ഷാർപ്പ് കൊടുക്കുന്നില്ല, ഇവിടെ ഇത്ര നോക്കുന്നുണ്ട്. ഈ എഡ്ജസിന് എന്ത് ചെയ്തു പറയാം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. എടുത്തു, സെഗ്മെന്റ് ചെയ്തു, ഈ അഡ്ജസ്റ്റിനെ സെലക്ട് ചെയ്തു, ബിയർ എഡ്ജ് എടുത്തു. ഓക്കെ, അവിടെ ഒരു ചെറിയ ഒരു ഇതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ഹാർഡ് എഡ്ജ് അതിൽ സേവ് ചെയ്യട്ടെ. എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി എന്തായാലും കളയണം. എന്നിട്ട് നിങ്ങൾ സ്മൂത്ത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് നമുക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. മുകളിലില്ല, അതുപോലെ തന്നെയാണ്. ഞാൻ ഈ എഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഇതിനെ ഇൻസേർട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. മരത്തിന്റെ ചീള പോലെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മരത്തിന്റെ ഒരു പീസ് എടുക്കുന്ന പോലെ ഞാൻ ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മരത്തിന്റെ പീസ് ഓരോന്നായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാനിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മരത്തിന്റെ പീസ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അത് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പീസ് നമുക്ക് ഉണ്ടാവില്ലേ, അതുപോലെ അവിടെ ഞാൻ അതിനെ എന്ത് ചെയ്തു, എക്സ്ട്രൂഡ് ചെയ്തു, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു, അതിനെ കുറച്ച് ഉള്ളിലോട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു, അതിന് കുറച്ച് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു, ശ്രദ്ധിക്കുന്നില്ലേ, ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തു. വീണ്ടും ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു കേട്ടോ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് ആവും. മൂവ് ചെയ്താലും എക്സ്ട്രൂഡ് ആവും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് എന്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഇടയിൽ കയറി വന്നിട്ട് പഠിക്കുന്നവരാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ എഡ്ജസ് ഇല്ലേ, അതായത് ഈ കവർ ചെയ്ത് വരുന്ന ഈ എഡ്ജസിനെ അതിനെ സെലക്ട് ചെയ്ത് ബിവൽ എഡ്ജ് നിങ്ങൾ കൊടുത്തിരിക്കണം, നിർബന്ധമായും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അതിനെ ഷാർപ്നെസ് നമുക്ക് കിട്ടൂല. അതാ ഈ പൊന്തിയിരിക്കുന്ന എഡ്ജസിനെല്ലാം സെലക്ട് ചെയ്യുക, ബിവൽ എഡ്ജസ് കൊടുക്കും. സെഗ്മെന്റ് 1 ആയിരിക്കണം. സോഫ്റ്റ് ഹാർഡ് എഡ്ജ്, സ്മൂത്ത്. കണ്ടോ, ഈ മരത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇവിടെ ഞാൻ ചെറിയൊരു ഇതും കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടി പിന്നെ സ്കെയില് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്തു. കണ്ടോ,
അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താണോ താല്പര്യം തോന്നുന്നു അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ഈ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവരുത് കേട്ടോ. ഈ ഗ്യാപ്പ് ഇവിടെ ഇല്ല, ഈ ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണേ. ക്ലിയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്താൽ മതിട്ട്. ഇങ്ങനെ ഉള്ളിലോട്ട് ഒരു ഫേസിന്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കരുത്, മുട്ടിച്ച് വെക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ ആ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ചെറിയ നമുക്കൊരു പരിപാടിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരും. ഓക്കെ, ഈ എഡ്ജസ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എഡ്ജസ്, ഞാനിപ്പോൾ ഇത്ര എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതാ ഇവിടം വരെ ഞാൻ സെലക്ട് ചെയ്തിട്ട്, വേണ്ട നമുക്ക് ഇവിടം വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് ബിവൽ എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ബിവൽ എഡ്ജസിനെ 3 ആക്കിയിട്ടുണ്ട്. 3 മതി കേട്ടോ. എന്നിട്ട് ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ കട്ട് കൊടുക്കാനാണ് കേട്ടോ. നമ്മളൊരു ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ട് വേണ്ട. ഇവിടെ ഈ ഫേസ് സെലക്ട് ചെയ്യുക, ഇത്രയും ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക, ഉള്ളിലോട്ട് കൊടുക്കുക. ജി പ്രസ് ചെയ്യുക. ജി അറിയാമല്ലോ, എക്സ്ട്രൂഡ് ചെയ്യുന്നു. ചെയ്യുന്ന സമയം നോക്കണം കേട്ടോ. ഇതിങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞു വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണേ. അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടോ, ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇവിടെ ഇപ്പൊ നമ്മൾ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടില്ലേ, അതായത് ഈ എഡ്ജസ് കണ്ടോ, ഈ ട്രയാങ്കിൾ വരുന്ന എഡ്ജസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലേ? ട്രയാങ്കിൾ വരുന്ന എഡ്ജസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇതല്ലേ ട്രയാങ്കിൾ വരുന്ന എഡ്ജസ്. ആ എഡ്ജസ് കളഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. അല്ലെങ്കിൽ വലിച്ചു വെച്ചാലും മതി കേട്ടോ, ഉള്ളിലോട്ട് ഒന്ന് വലിച്ചു വെച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിനെ കട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ, ഒരു സ്റ്റൈല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സെലക്ട് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക. അപ്പൊ നമുക്ക് വിഷയമുണ്ട്. ഇവിടെ നമുക്ക് 5 എഡ്ജ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യണം. കണ്ടോ, ഉള്ളിലേ കൂടിയിട്ട് ഒരു കട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സി ബ്രഷെല്ലാം ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യണം അറിയാം, ഈ കട്ടിനാ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇവിടത്തേക്ക് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അതുപോലെ ഇവിടുന്ന് കൊണ്ടുവരിക, ഇവിടെ വെക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ ചോദിക്കും ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കാം കേട്ടോ, അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. സോറി, ഇത് ഇവിടെയാണ് വരുന്നത് കേട്ടോ. കറക്റ്റായിട്ടൊരു സെഗ്മെന്റ് കൊടുക്കുക. സോറി, ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടത്തേക്ക് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ. ഇവിടെ 5 വരുന്നു. അപ്പൊ ഇവിടുന്ന് എടുക്കുക, ഇവിടെ പോവാ, ഇവിടെ കൊടുക്കുക, ഇവിടെ പോവാ, ഇവിടെ പോവാ. അതായത് ഇവിടെ പോയിട്ട് നമ്മൾ ഈ വെർട്ടെക്സിനെ രണ്ടിനെയും നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് ആ വെർട്ടെക്സിനെ എപ്പോഴും ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കുറെ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അതെന്താ ഇങ്ങനെ എന്നുള്ള ചിന്തയിൽ എല്ലാം കൂടി ഒന്ന് ഇതായിട്ട് വരും. മനസ്സിലാക്കി വർക്ക് ചെയ്യുന്ന എല്ലാം വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് ചെയ്യുമ്പോൾ ആ എഡ്ജസിനെ ക്ലിയർ ചെയ്ത് കൊണ്ടോ ഇത്ര വരെ ചെയ്യും. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും കട്ടിങ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ.
ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന മോഡലിൽ നമ്മൾ തന്നെയാണ് അതിന്റെ ഡിസൈനർ. അപ്പൊ നമ്മൾ തന്നെ കുറച്ചും കൂടി ഒന്ന് മാറ്റെല്ലാം വരുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഇത്ര പേരെ എടുത്തിട്ടുണ്ട്. അതായത് ഈ 4 എഡ്ജ് വരുന്ന ഭാഗം മാത്രമേ സെലക്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ട്. എടുത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടു കണ്ടോ. കണ്ടോ, ഇവിടെയും നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു മോഡലിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് വേണ്ടതെന്നില്ല ഇതിൽ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പം അയ്യോ ഇത് വളരെ ഇതായി പോയല്ലോ എന്നൊരു ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തിക്നെസ് ആഡ് ചെയ്ത് വർക്ക് ചെയ്യാതെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട്, മനസ്സിലായില്ലേ, പുറത്തേക്ക് തള്ളിയിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് അതിനൊരു പ്രത്യേക രീതിയിലേക്ക് മാറ്റം വരുത്തുക. ബോറാക്കരുത് ചെയ്യുമ്പോൾ. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കട്ടിങ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെയും കൊടുക്കാം. ഷേപ്പ് ഇവിടെയും കൊടുത്ത് ചെയ്യാം. ഇവിടെ ഈ റൗണ്ടിലും കൊടുത്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സേവ് ചെയ്യട്ടെ. ഫയലിൽ സേവ് ഇത്ര വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് എക്സ്ട്രൂഡ് ഫേസ് കൊടുത്തിട്ടുണ്ട്. ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളിലോട്ട് ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിന് തിക്നെസ് ഒരു ഓഫ്സെറ്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ജി പ്രസ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 കൊടുത്തു. ഞാൻ വീണ്ടും ജി പ്രസ് ചെയ്തു. അതിനെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തു. ഉള്ളിലോട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലേ. എന്നിട്ട് ഞാൻ വീണ്ടും അതിനെ ജി പ്രസ് ചെയ്തു. വീണ്ടും ഞാൻ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഉണ്ടോ, വീണ്ടും ഞാൻ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഇൻസെർട്ട് എഡ്ജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു തിക്നെസ് അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇത് എവിടെയും കൊടുത്തു. അപ്പൊ സപ്പോർട്ടിംഗ് എഡ്ജ് മുകളിലും കിട്ടി, ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ടിംഗ് എഡ്ജ്. എല്ലാ എപ്പിസോഡും കണ്ടവർക്ക് സപ്പോർട്ടിംഗ് എഡ്ജ് എന്താണെന്ന് മനസ്സിലാവും. അയ്യോ ഇതെന്താണ് സപ്പോർട്ടിംഗ് എഡ്ജ്, ഇയാൾ എന്താന്ന് പറയുന്നത് ചിന്തിക്കരുത്. എല്ലാ എപ്പിസോഡുകളിലും വളരെ കൃത്യമായിട്ട് ഞാൻ സപ്പോർട്ടിംഗ് എഡ്ജസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാം. ഇത് ഫയലൊന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, ഞാനിതെല്ലാം ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ ഒന്ന് ചെയ്ത് നോക്കാം. മോഡൽ ഷീറ്റ് ഉണ്ടാവുന്നതിന് മുമ്പേ ഒന്ന് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്താ പറയുക, നിങ്ങൾ നന്നായി രീതി പഠിക്കും, ഇത് ചെയ്ത് പഠിക്കും. മോഡൽ ഷീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് നന്നായി ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യുക. മോഡൽ ഷീറ്റിൽ വെച്ചിട്ട് ചെയ്യുന്നതിന് മുമ്പിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആവാനാവുന്നില്ല കാര്യം 100% ഞാൻ ഉറപ്പ് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ മഴുവെല്ലൊന്നും ഉണ്ടാക്കിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഡിസൈനർ ആവാൻ പറ്റും. നിങ്ങൾ നല്ലൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റും. ഇത് നമ്മൾ എക്സ്ട്രൂഡ് പിടിക്കുന്നതും ബിവൽ എഡ്ജസ് ചെയ്യുന്നതും നമ്മൾ ഫോർഎഡ്ജ് ചെയ്യുന്നതും എല്ലാം നമ്മൾ കോഡ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പല ആക്സും പല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പല ട്രിക്കുകളുമായും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.